നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. CPM-ൽ ഇത് സമ്മേളനക്കാലമാണ്. വിഭാഗീയത തലപൊക്കുന്നു. പലയിടത്തും കൂട്ടത്തല്ലും അടിപിടിയും കശപിശയും. പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും പാലക്കാടുമൊക്കെ കലാപക്കൊടി ഉയരുകയാണ്. സംസ്ഥാന സമ്മേളനം നടക്കേണ്ട കൊല്ലം ജില്ലയിൽ ഒരു ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വന്നു. അങ്ങനെ പോകുന്നു CPM-നകത്തെ കഥകൾ. പാർട്ടിക്കകത്ത് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം എന്തായിരിക്കും എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ ഒളവണ്ണയിൽ നിന്നാണ്. ശ്രീ അച്യുതൻ ആണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ അച്യുതൻ ഒരു പാർട്ടി മെമ്പറാണ്. അതെ, അല്ല പാർട്ടി മെമ്പർ ഒന്നല്ല. എന്താണ് ഈ ശ്രീ അച്യുതന് തോന്നുന്നത് ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ ഈ CPM-നകത്ത് ഇത് സാധാരണ ഒരു സമ്മേളനം നടക്കുമ്പോൾ വരുന്ന കാര്യങ്ങളാണോ, അതിനപ്പുറത്തേക്ക് ഇതിനെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ടോ? ഞാൻ മുമ്പ് കാലത്ത് CPM-ന്റെ ഒരു അനുഭാവിയായിരുന്നു. അപ്പോ അന്ന് നേതൃത്വ സ്ഥാനത്തൊക്കെ സാധാരണക്കാരൊക്കെ വെക്കലുണ്ട്. ഇന്നിപ്പോ സാധാരണക്കാരിലല്ല, വലിയ ബൂർഷാസികളാണ് നേതൃത്വ സ്ഥാനത്തുള്ളത്. നേതൃത്വ സ്ഥാനത്ത് നിന്ന് താഴോട്ട് വരുന്നത് അംഗീകരിക്കണം, നിർബന്ധമായി അടിച്ചേൽപ്പിക്കുന്നതാണ് ഇപ്പൊ കാണുന്നത്. ബൂർഷാസികളാണ് തൊഴിലാളി വർഗ പാർട്ടിയെ നയിക്കുന്നതെന്നാണ് ഇപ്പൊ താങ്കളുടെ ആരോപണം. അതെ, മുതലാളിത്താണ് തൊഴിലാളി വർഗ പാർട്ടിയെ നയിക്കണ എന്നത്തെ സ്ഥിതി. അതാണ് ഇങ്ങനെ വരുന്നത്. അതാണ് എന്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കാസർഗോഡ് നിന്ന് സന്തോഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സന്തോഷുമായി ഞാൻ സംസാരിച്ചിട്ട് കുറേ ദിവസങ്ങളായി. സന്തോഷ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനും കൂടിയാണ്. ശ്രീ സന്തോഷ് സാറ് വന്നിട്ട് കുറെ ദിവസമായല്ലോ. അതുകൊണ്ടായിരിക്കും അല്ലേ? കിരണിനോടൊക്കെ സംസാരിച്ചായിരുന്നു. അത് ശരി. പക്ഷെ എന്റെ മനസ്സിൽ നിങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ ഞങ്ങളും ഉണ്ട്, ഞങ്ങളുടെ മനസ്സിൽ സാറും ഉണ്ട്. താങ്ക് യു. ഓക്കെ, എന്ത് തോന്നുന്നു സന്തോഷ്? അവിടെയൊക്കെ ഈ വിഭാഗീയത ഉണ്ടോ ഈ കാസർഗോഡൊക്കെ? എല്ലായിടത്തും വിഭാഗീയതയുണ്ട്. കാരണം പഴയ പോലെ അല്ല സാറേ. കാരണം പഴയ കാലം എന്ന് വെച്ചാല് നേതാക്കൾ പറയുന്നത് അത് കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. ഇന്ന് അതല്ല. ഇന്ന് ദിനംപ്രതി നമ്മൾ മാധ്യമങ്ങളുടെയും കാര്യങ്ങളുടെയും എല്ലാ വിവരങ്ങളും അറിയുന്നുണ്ട്. ഈ നേതാക്കൾ ഈ പ്രാദേശിക ആൾക്കാരുടെ അംഗീകരിക്കണം. കാരണം അവർക്ക് ആ പ്രാദേശികമായിട്ടുള്ള സ്പന്ദനങ്ങൾ അറിയുള്ളൂ. പ്രാദേശിക സാഹചര്യം മനസ്സിലാക്കാതെ പുറത്തുനിന്ന് നേതൃത്വം എല്ലാം അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ഇന്നത്തെ കാലത്തുള്ള ആൾക്കാർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് നേതൃത്വം മനസ്സിലാക്കേണ്ടത്. നേതൃത്വത്തിന് മാളികപ്പുറത്തിന് ആജ്ഞാപിച്ചാൽ മതി. പക്ഷെ നമ്മളിപ്പോ ബാക്കിയുള്ള വീടുകളിലേക്ക് അണികളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് താഴെ പാർട്ടിക്കാരാണ് പറയേണ്ടത്. ഉത്തരം പറയേണ്ടത് നേതൃത്വമല്ല. ഏതായാലും താങ്കളുടെ വാക്കുകൾ ഈ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ കേൾക്കുന്നുണ്ടെന്നാണ് ഞാനും വിചാരിക്കുന്നത്. വളരെ നന്ദി സന്തോഷ്. കുറേ നാളുകൾക്ക് ശേഷം താങ്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ. ശ്രീ ശശിധരൻ വയലാറിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് ശ്രീ ശശിധരൻ ഒരിടയ്ക്ക് പറഞ്ഞിരുന്നു പൊതുവേദി സ്ത്രീകൾ അവതരിപ്പിക്കണമെന്നൊരു ആവശ്യം ഒരിക്കൽ മുന്നോട്ട് വെച്ചിരുന്നു. അത് ഈ അടുത്ത് ഞങ്ങൾ നടപ്പിലാക്കുകയൊക്കെ ചെയ്ത് അന്ന് കണ്ടിരുന്നോ? നമസ്കാരം മനു, എവിടെയായിരുന്നു? ഞാനൊന്ന് കറങ്ങി കുറച്ചു ദിവസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ. ഒന്നുകൂടെ മിനിങ്ങിയിട്ടുണ്ടെന്ന്. മിനിങ്ങി അല്ലേ? സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ എപ്പോഴും ഉഷാറായിട്ടിരിക്കണം. മനു ഇല്ലാണ്ടൊരു രസമില്ലായിരുന്നു. അത് ശരി. അതെന്താണ്? അല്ല, ശ്രീ ശശിധരനല്ലേ പറഞ്ഞത് സ്ത്രീകൾക്ക് അവസരം കൊടുക്കണം പൊതുവേദിയിൽ നിന്ന്? സന്തോഷമുണ്ട്. അതിന്റെയൊക്കെ ഞാൻ അന്ന് തന്നെ അതിന്റെ കൺഗ്രാജുലേഷൻസ് ഒക്കെ അറിയിച്ചായിരുന്നു. അതെയോ? ശരി. സന്തോഷമായി. 1 മണിക്കൂറാക്കി എല്ലാം. അതെല്ലാം കഴിഞ്ഞ് മനു വന്നപ്പോ ഏതാണ്ട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് കേട്ടോ. സന്തോഷം. ഞാനിതൊക്കെ പറയുമ്പോ എനിക്ക് ചില കമന്റ് ഒക്കെ കണ്ടു. നിങ്ങളെ സോപ്പിടാൻ വേണ്ടിട്ട് പറയുന്ന നിങ്ങള് സൂചിപ്പിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും അല്ലെന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും അറിയാലോ. അതെ, എന്നെ ഇപ്പൊ പ്രത്യേകിച്ച് പുകഴ്ത്തിയതുകൊണ്ട് ഒന്നും കിട്ടാനില്ല എങ്കിലും. അതെ, കാര്യം പറയുന്നവരൊക്കെ കമ്മ്യൂണിസ്റ്റാന്ന് പണ്ട് പറയുമായിരുന്നു. ഇപ്പൊ കാര്യം പറയുന്നവരെല്ലാം കമ്മ്യൂണിസ്റ്റ് അല്ലാതായി മാറിക്കൊണ്ടിരിക്കുക. ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. ഈ കാര്യം പറയുന്നത് കൊണ്ടാണോ ഇപ്പോൾ ഈ പാർട്ടി യോഗങ്ങളിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ പ്രശ്നങ്ങൾ നേരിടുന്നത്, അതോ കാര്യം അമിതമായി പറയുന്നതുകൊണ്ടാണോ? തീർച്ചയായും. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ സുധാകരന്റെ അനുഭവം തന്നെ ഈ സുധാകരന്റെ അനുഭവം മാത്രം എടുത്താൽ മതിയല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അനഭിമതനായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കാരണം അദ്ദേഹത്തെ ഇന്നലെ ഇപ്പൊ ഒന്ന് ചെന്ന് നമ്മുടെ
KC സന്ദർശിച്ചു. അത് സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നെന്ന് KC പറഞ്ഞു, സുധാകരനും പറഞ്ഞു. പക്ഷേ ഇപ്പൊ ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തെ ഒഴിവാക്കരുതെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. മനു, ഇതിന്റെ കാര്യം എന്താണെന്ന് മനുവിന് അറിയാവോ? നമ്മളെപ്പോലുള്ളവർക്ക് മനസ്സിലാവും. പറയട്ടെ എന്താണ്? ഹലോ, കേൾക്കാവോ? കേൾക്കുന്നു. അതായത് നമ്മളിവിടെ നാട്ടിൻപുറത്തെ കണ്ടിരുന്നത് നാട്ടിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും പാർട്ടി ഇടപെടുന്നു, അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു, പ്രശ്നപരിഹാരം നടത്തുന്നു, അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇഴുകിച്ചേർന്ന പ്രവർത്തനമായിരുന്നു. ഇപ്പൊ അതൊന്നും തന്നെ ഇല്ല, യാതൊന്നും ഇല്ല. കുറെ ആളുകള് അവരുടെ വീശ ഉയർപ്പിക്കാനും കുറെ പേർക്ക് സമ്പന്നരാകാനും താല്പര്യങ്ങൾ മാത്രമേ ഇതുവഴി നടക്കുന്നുള്ളൂ നോക്കാമെങ്കിൽ അത് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഈ പാർട്ടി ഇതിനായിട്ട് ഇനി ഇത് വിട്ടിട്ട് മുമ്പോട്ട് വരുമെന്ന് വിചാരിക്കണില്ല. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശ്രീ ശശിധരനുമായി സംസാരിക്കാൻ കഴിഞ്ഞു. വിക്രമൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് അടൂരിൽ നിന്നാണ്. ശ്രീ വിക്രമൻ, ഈ വിഭാഗീയത എന്നൊക്കെ ഇതിനെ വിളിച്ച് അത്രമാത്രം ഗൗരവത്തോടു കൂടി എടുക്കേണ്ടതുണ്ടോ എന്ന് ചിലരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അത് സാധാരണ ഒരു യോഗം നടക്കുമ്പോൾ പല അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് തെറ്റായ ഒരു കാര്യവും ഈ പാർട്ടി ചെയ്യില്ല, അതിനൊക്കെ നേരിടാൻ ഈ പാർട്ടിക്ക് കഴിയും എന്നൊക്കെയാണ്. ശ്രീ വിക്രമൻ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. പിന്നെ ഭയങ്കര വെയിൽ സമയത്ത് മഴ പ്രതീതിയാ കാറ് വന്നപ്പോ. അത് ശരി. എന്താ ചോദിച്ചാലേ, സാറിന്റെ അവതരണ ശൈലി വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. സാറിന് വന്നത് വളരെ സന്തോഷം. പിന്നെ അത് ശരി. ഏതായാലും അതില് എനിക്കുള്ള നന്ദിയും ഇതിനുള്ള പ്രശംസയ്ക്കുള്ള നന്ദിയും ഞാൻ അറിയിക്കുകയാണ് അങ്ങോട്ടും. ശരി സാറേ, ഞാൻ എന്തായാലും ഇപ്പൊ നമ്മൾ പറഞ്ഞ വിഷയത്തെ പറ്റി പറയട്ടെ. അതായത് ഈ വിഭാഗീയത എന്ന് പറഞ്ഞാൽ കുറെ നേതാക്കന്മാരുടെ കയ്യിലായിപ്പോയി പാർട്ടി. അത് ശരി. അല്ല, നേതാക്കന്മാരുടെ കയ്യിലല്ലേ പാർട്ടി വേണ്ടത്, അവരല്ലേ നിയന്ത്രിക്കേണ്ടത്. സാറേ അതല്ല, ഈ കുറെ നേതാക്കന്മാരുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളും അണികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവരുമായിട്ടുള്ള സഹകരണവും ഇല്ല. അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് പിന്നെ വിഭാഗീയത എന്ന് പറഞ്ഞത്. കാരണം ഇരിക്കുന്ന നേതാക്കന്മാർ അവർക്ക് തന്നെ നേതാവായിട്ടിരിക്കണം, മറ്റാ സ്ഥലത്ത് വരരുത്. ഇതൊക്കെയാണ് വിഷയങ്ങള്. അല്ലാതെ വേറെ പിന്നെ മറ്റു വിഷയങ്ങളെ അല്ല. വിഭാഗീയത എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എനിക്കിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ തന്നെ ഇരിക്കണം, വേറെ ആൾ വരുന്നുള്ള ഒരു ചിന്തയാണ് എന്റെ മനസ്സിലുള്ളത്. അതാണ് ഈ വിഭാഗീയത എന്ന് പിന്നെ മാധ്യമങ്ങൾ പിന്നെ പറയുന്ന കാരണം. അല്ലാതെ ഇതിൽ വിഭാഗീയത അല്ല ഉള്ളത്. കാരണം അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ ദാസനും നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകരിൽ ഒരാളാണ്. ശ്രീ ദാസന് ഒരുപക്ഷെ കണ്ണൂരുകാരനായതുകൊണ്ടും ഒട്ടനവധി വിഷയങ്ങൾ കൂടുതൽ എന്നേക്കാൾ അറിയാമായിരിക്കും. ശ്രീ ദാസൻ, ഈ പ്രശ്നങ്ങൾ പാർട്ടിക്കൊരു പ്രതിസന്ധിയാണോ, അതോ ഇതൊക്കെ അതിജീവിക്കാൻ എന്നത്തെയും പോലെ CPM-ന് കഴിയും എന്ന് കരുതാനാകും? അല്ല, എന്നുമുള്ളവരല്ല, ഇത് കുറച്ച് ഗുരുതരമായ പ്രശ്നമാണ്. കാര്യം എന്ന് പറഞ്ഞാല് ഈ പാർട്ടി കുറച്ച് സ്വാർത്ഥമായവരുടെ കയ്യിൽ അകപ്പെട്ടു പോയി. കാരണം 45 ലക്ഷം ഉറുപ്പക്ക് കാഴ്ചവെച്ചുണ്ടാക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പോൾ ആൾക്കാർ കയ്യിൽ ഈ പാർട്ടി അകപ്പെട്ടു. പിന്നെ നരേന്ദ്രമോദിക്കും BJPക്കും എതിരായിട്ട് പറയുന്ന ആൾക്കാരൊക്കെയാണ് ഈ പാർട്ടിയുടെ കയറി പിടിച്ചിട്ടുള്ളത്. ഈ പാർട്ടി ഇനിയും തന്നെ ഈ ആൾക്കാർ നേതാക്കന്മാർ ഇനിയും തന്നെ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഈ പാർട്ടി, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞാൻ ഈ കുറച്ചു മുമ്പ് പറഞ്ഞ കാഴ്ചവെച്ചിട്ടുള്ള പാർട്ടി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ ഇനിയെങ്കിലും ശരിക്കും കൃത്യമായിട്ട് ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഈ പാർട്ടി ബംഗാളിലെ കാഴ്ചം ഏറ്റവും കഷ്ടമായി പോകും. മനുവോടൊക്കെ വളരെ സന്തോഷമുള്ളൂ കേട്ടോ. മനുവിന് വേറെ കുഴപ്പമൊന്നുമില്ല. മനുവാനൊക്കെ എന്നോട് അന്ന് കാണിച്ചാൽ വേഷം അറിയിക്കുന്നേ ഉള്ളൂ കേട്ടോ. മറ്റേ എൻ്റെ ഒരു സഹോദരപ്പടി കാണുന്ന ആളാ കേട്ടോ. യെസ്, ഏതായാലും ആ സഹോദര സ്നേഹം ഉണ്ട് എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരമായി ഞാനും കാണുന്നു. നന്ദി ശ്രീദാസൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ ജയകുമാർ വിളിക്കുന്നു. ശ്രീ ജയകുമാർ, ഗുഡ് ഈവനിങ്, എന്തുണ്ട് വിശേഷം? നമസ്കാരം സാറേ. നമസ്കാരം. ശ്രീ ജയകുമാർ, ഒരാഴ്ച പൊതുവേ മരണ വീട് പോലെ ആയിപ്പോയി. മരണ വീട് പോലെ ആയിപ്പോയി. അതെന്ത് പറ്റി? ആയിപ്പോയി ഒരാഴ്ച, ഒരു സുഖമില്ലാത്ത ഒരാഴ്ച. ശനിയാഴ്ച ആണെങ്കിൽ ഈ പരിപാടി ആളില്ലാതെ നടത്തുകയും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ശനിയാഴ്ച വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു, എന്നിട്ട് അന്ന് ക്യാൻസൽ ചെയ്തു പ്രോഗ്രാം. അല്ല, അത് ഞങ്ങളുടെ ഒരു പരിപാടി സംപ്രേഷണം ചെയ്യാൻ വേണ്ടി അന്ന് തൽക്കാലം ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. ഏതായാലും വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ശനിയാഴ്ച, മറ്റേ ഇതല്ലായിരുന്നു, ഏതോ ഒരു പഴയ വാർത്ത എടുത്തിട്ടുകൊണ്ടിരുന്നു. അതെയോ? അതിനു മുമ്പ് മറ്റേ അവാർഡിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, യൂട്യൂബേഴ്സിന്റെ അവാർഡിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. മറ്റേ ഈ ശനിയാഴ്ച എന്താ വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പോട്ടെ സാറേ, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല് ഇതിപ്പം
ഇതിപ്പോ എന്ന് പറഞ്ഞാൽ അധികാരം ഇരിക്കുന്നവരെ സ്ഥിരം അധികാരം ഇരിക്കണം. ഈ ഇടതുപക്ഷത്തിന് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതല്ല. അവര് കുറച്ച് നല്ല മര്യാദയ്ക്ക് നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നവരാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ഞാൻ പറയാണ്, ഇടതുപക്ഷത്തിലിരിക്കുന്നവരുടെ ഇങ്ങനെ ഒരു പരിപാടി ഇല്ലായിരുന്നു. ഇപ്പൊ ഇത് ആവർത്തിക്കാൻ കാരണം എന്താ വെച്ചാല് കുറച്ച് ഇരിക്കുന്നതിന്റെ അധികാരം ഇരിക്കും. ഇപ്പൊ ആറ്റിങ്ങൽ നടന്നതെന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര തട്ടിപ്പ് നടത്തിയതായിട്ടാണ് ഇവരിത് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പല പരാതികളും ഉണ്ട്. പരാതികളുള്ളപ്പോഴത്തേക്ക് അദ്ദേഹം 2 പ്രാവശ്യം ഇരുന്ന ആളുമാണ്. അപ്പൊ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് മാറിക്കൊടുക്കേണ്ടതാണ്. അപ്പൊ വേറെ ആരെങ്കിലും എടുക്കാനുണ്ട്, ഇപ്പൊ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ എടുക്കാനുണ്ട് എന്നൊരു ധാരണയിലാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഓരോ പാർട്ടിയിലും ഉണ്ടാവുന്നത്. ഇതിലല്ലെങ്കിൽ വേറെ പാർട്ടിയിലേക്ക് ചാടിയ എടുക്കാനാവുന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇതിനപേക്ഷിച്ച് ഇപ്പൊ കോൺഗ്രസിലാണെങ്കിൽ, കോൺഗ്രസിലായിരുന്നു ഭയങ്കര പ്രശ്നങ്ങൾ, ഓരോ ഇത് നടത്താവുള്ളൂ. പക്ഷെ ഇപ്പൊ കോൺഗ്രസ് ഭയങ്കര കൊയറ്റാണ്. കൊയറ്റ് എന്ന് പറഞ്ഞാൽ ബൂത്ത് തലം മുതൽ ബ്ലോക്ക് തലം മുതൽ എല്ലായിടത്തും ഇലക്ഷൻ നടന്നു. ഒറ്റ പ്രശ്നം ഒരിടത്തും ഇല്ല. അത് ഇതുപോലെ മറ്റുള്ള ആളുകൾ എടുക്കാനുള്ളത് കൊണ്ടാണ്. സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് നടക്കാൻ പാടില്ലാത്തതാണ്. അവര് വളരെ ചിട്ടോടുകൂടി ചെയ്യുന്ന ഒരു പരിപാടികളാണ് ഇതൊക്കെ. പക്ഷെ ഇത് പുറത്തിപ്പോ BJP കോൺഗ്രസ്സുകാരാ ചാക്കിട്ട് പിടിക്കാറുണ്ട്. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കോൺഗ്രസ്സുകാരുടെ അഭിപ്രായവും കുറെ ഈ ഇടത് നേതാക്കൾ കേൾക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരത്ത് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ബാലരാമപുരത്തു നിന്നാണ്. ശ്രീ ശരത്ത്, ഈ ബാലരാമപുരത്തൊക്കെ എന്താണ് സാഹചര്യം? അവിടെയൊക്കെ സുഗമമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ CPM-ന് കഴിയുന്നുണ്ടോ, അതോ ഈ തർക്കവും ബഹളവും ഒക്കെ അവിടെ ഉണ്ടോ? അത് തർക്കവും ബഹളമൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോ ഒരു പാർട്ടിയിൽ ഇരിക്കുമ്പോൾ എല്ലാവർക്കും സ്ഥാനം വേണമെന്നുള്ള ആഗ്രഹത്തോട് പോകുമ്പോഴാണ് കുഴപ്പം. അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ പറയുന്നതും കൂടെ കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ എല്ലാവർക്കും അധികാരം വേണമെന്നുള്ള നിലയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോ സാധനങ്ങൾക്കെല്ലാം വില കൂട്ടി, സേവ പെൻഷൻ കൃത്യസമയത്ത് കിട്ടുന്നില്ല, കറണ്ട് ബില്ലിന് ഇപ്പൊ കറണ്ടിന് ഇപ്പം ചാർജ് കൂട്ടാൻ വേണ്ടി തോന്നുന്നു, OP ടിക്കറ്റിനാണെങ്കിൽ അതിനിപ്പോ പൈസ ഈടാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ തോന്നുന്നു. പല രീതിയിലുള്ള നിലവിൽ പല പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയും വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഏത് പാർട്ടിക്കകത്തായാലും പ്രശ്നം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജൻ എന്നൊരു പ്രേക്ഷകൻ, നമ്മുടെ ഒരു അഭ്യുദാകാംക്ഷയും കൂടിയാണ്. അദ്ദേഹം കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ രാജനുമായും സംസാരിക്കാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. ശ്രീ രാജൻ, എന്താണ് ഈ പാർട്ടിക്ക് സംഭവിക്കുന്നത്? അങ്ങ് ഒരു ഇടത് അനുകൂലിയാണെന്നൊക്കെ എനിക്കറിയാം. എന്താണ് അങ്ങക്ക് ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയും? ഇതൊക്കെ ഒരു സാധാരണഗതിയിൽ കാണേണ്ട കാര്യമാണോ, കുറെ കൂടി ഗൗരവത്തോടെ നോക്കേണ്ടതാണോ? അതെ, ഒരു കറുത്ത ചരട് വാങ്ങിച്ച് കയ്യെ കെട്ടണം. കണ്ണ് കിട്ടി എനിക്ക് തോന്നുന്നു വല്ല അസുഖം വല്ലതും പിടിക്കുമോ? ആളുകളുടെ സ്നേഹമല്ലേ നമ്മുടെ കരുത്ത്. പിന്നെ ഞാനാ താങ്കളെ ഫേമസ് ആക്കിയത്. കാരണം നമ്മള് ദൂരദർശൻ സ്റ്റുഡിയോയുടെ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. പക്ഷെ ഡീറ്റെയിൽസ് പറയുന്നില്ല, എനിക്കറിയാൻ സംഗതിയൊക്കെ. അത് പോട്ടെ, ഞാൻ പിന്നെയും പറയുന്നത് കേട്ടോ. ഈ ജി സുധാകരൻ ഭയങ്കര ദുഃഖിതനാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. KV തോമസ് ഭയങ്കര സന്തോഷത്തിലായിരുന്നല്ലോ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ പിന്നെ ഇപ്പം ഇവിടെ നമ്മുടെ ഈ CPM-ന്റെ സംഘടന സംഘടിപ്പിക്കുക. അപ്പൊ അതിനകത്ത് കുറച്ച് പൊട്ടൻ ചീറ്റിലുണ്ട്. KPCC ഒന്ന് സംഘടിപ്പിക്കാൻ പറ സാറേ, അപ്പൊ അറിയാം എന്തൊക്കെ നടക്കും. വളരെ പുഷ്പം പോലെ സംഘടന നടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അല്ല, അവര് അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇതിൽ വിളിക്കുന്ന കോൺഗ്രസ്സുകാർ പറയുന്നത് ഇതൊക്കെ സാധാരണ കോൺഗ്രസിലായിരുന്നു, പക്ഷെ കോൺഗ്രസ് ഇപ്പൊ കുറെ നന്നായി വരുന്നു, പക്ഷെ CPM നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല. അതാ പ്രശ്നം. CPM-ലെ ആൾക്കാർ കുറെ ഇരുന്ന് ഇപ്പൊ സ്ഥാനമാനങ്ങൾ കിട്ടാത്തവരോ വളരെ അവർക്കൊക്കെ ദുഃഖം കാണും. എനിക്ക് നന്നായിട്ട് അറിയാം ആ കാര്യങ്ങളൊക്കെ. അത് പോട്ടെ. അല്ല, പക്ഷെ ഞാൻ ശ്രീ രാജൻ, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഈ CPM-ൽ നിന്ന് ഒരാൾക്ക് നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും BJP-യിലേക്ക് പോകാൻ കഴിയുന്നു, BJP-യിൽ നിന്ന് ആളുകൾക്ക് CPM-ലേക്ക്, ഇതൊക്കെ എങ്ങനെ കഴിയുന്നു? വലിയ ആശയത്തിൽ അജഗജാന്തര വ്യത്യാസമുള്ള രണ്ട് പാർട്ടികൾ ഒരു രാത്രി കൊണ്ട് ആളുകൾക്ക്. അതിപ്പോ പതിവായി സാറേ, കാരണം നമ്മളതൊന്നും പറഞ്ഞ കാര്യമില്ല. കാരണം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ഒരു രാത്രി കൊണ്ട് പോയി അപ്പുറത്തേക്ക് എത്തുന്നത്. അതെ. ഞാൻ ചോദിക്കട്ടെ, UP-ലും പിന്നെ ഹരിയാനയിലും ഒക്കെ BJP-ക്കാർ എവിടെ ആയിരുന്നു? ഒന്നുമില്ലായിരുന്നല്ലോ. ഈ പോയി ഇരിക്കുന്നവർ, ഈ MP-മാരെല്ലാം കോൺഗ്രസ്സുകാരാണ്. അവര് പഴയ നമ്മുടെ രാജൻ റെഡ്ഡിയൊക്കെ അവരെല്ലാം കോൺഗ്രസ്സുകാരാണ്. അവരെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അവരെല്ലാം സ്ഥാനത്തിനും മാനത്തിനും വേണ്ടി പോയതാ. കോൺഗ്രസിൽ നിന്നിട്ട് ഒരു കാര്യമില്ലെന്നുള്ള അവർക്കറിയാം. ഇപ്പം മഹാരാഷ്ട്ര കണ്ടില്ലേ, 25 പൊട്ടാൻ പോകുന്നു നമ്മുടെ കോൺഗ്രസ് സഖ്യം. അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന ആൾക്കാർ പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഇപ്പം CPM അങ്ങ് തീർന്നു, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ, ഞാനും അത് തന്നെയാണ് നോക്കുന്നത്, അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF-ന് ഒരു 180 സീറ്റെങ്കിലും കിട്ടണം. അവർ ഭയങ്കര നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ പോവാ.
ഞാൻ അത് തേനും പാലും ഒഴുകുന്ന ഒരു ഭരണം വരാൻ വേണ്ടി ഞാനും നോക്കിയിരിക്കുക 2026-ല്. ഏതായാലും നമുക്ക് 2026-ൽ എന്ത് സംഭവിക്കും നോക്കാം. പക്ഷേ ഏതായാലും ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നതുകൂടി നമ്മൾക്ക് അതെല്ലാം പരിഹരിക്കും. ഇപ്പൊ പിന്നെ എന്താ എം വി രാജൻ പോയില്ലയോ, എം വി രാഘവൻ, എന്നിട്ട് പിന്നെ ഇത് ഗൗരിയമ്മ പോയില്ലേ, എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു? അതൊന്നും കാര്യമൊന്നുമല്ല. ഒരാളെ ബേസ് ചെയ്തല്ല CPM നിൽക്കുന്നത്. ഓക്കെ സാറേ. ഓക്കെ. കൃഷ്ണമൂർത്തി കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കൃഷ്ണമൂർത്തി, കോട്ടയത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. കോട്ടയത്ത് എവിടെ നിന്നാണ് അങ്ങയുടെ? അത് ശരി. കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിരുന്നു, കിട്ടിയില്ല. അതല്ല, ഞാൻ ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം. ഇല്ല, കഴിഞ്ഞ ദിവസം കിരണായിരുന്നു. അതെ. ഞാൻ സംസാരിച്ചു. ആ ദിവസത്തെ സബ്ജക്റ്റിനെ പറ്റി പൊതുവെയുള്ള എല്ലാവരുടെ അഭിപ്രായം ഒന്ന് തന്നെയായിരുന്നു. ഇപ്പോഴത്തെ സർക്കാരിന് എതിരായിട്ടുള്ള അഭിപ്രായമായിരുന്നു. നല്ല കാര്യമായിരുന്നു. അന്ന് എല്ലാവരും നെഗറ്റീവായിട്ടാ പറഞ്ഞത്, പോസിറ്റീവായിട്ട് ആരും പറഞ്ഞില്ല. ഇപ്പൊ മൊത്തത്തിൽ ഞാൻ പണ്ട് SFIക്ക് കീഴിൽ വിളിച്ച് നടത്തുന്ന ആളാണ്. 17-ാം വയസ്സിൽ എനിക്ക് സ്വയം ബോധ്യം വന്നിട്ട് ഇത് ഉപേക്ഷിച്ച നാട് വിട്ടു പോയ ആളാണ്. അല്ല, അപ്പൊ ഇത് ഏത് കാലത്താണ് SFI ഉണ്ടായിരുന്നത്? ഞാന് 73 വരെ. 73 വരെ. എനിക്ക് 67 വയസ്സ് കഴിഞ്ഞു. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 കൊല്ലം പിന്നാണ് ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്. വാസവൻ ഇവിടെ ജയിച്ചപ്പോ 2 വോട്ടിന് ജയിച്ചു ആദ്യം ഇവിടെ. അതായത് 482 വോട്ട് ജയിച്ചു. അതിൽ 2 വോട്ട് എന്റെയും ഭാര്യയുടെ. അതിൽ പിന്നെ CPM വോട്ട് ചെയ്തിട്ടില്ല. അത് ശരി. ഒരു 14 വർഷം മുന്നേയുള്ള സംഭവം ഞാനീ പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്, എന്റെ കൂട്ടുകാരും പരിചയക്കാരും. ഈ 90% അതിനകത്തുണ്ടായിരുന്ന CPM-കാരെല്ലാം ഇപ്പൊ ആ പേര് പറയുമ്പോ തന്നെ തെറിയാ വിളിക്കുന്നത്. ഇവരുടെ നേതാവിനെ വിളിക്കുന്നത് തെറിയൊന്നും നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല, അത്ര മോശം. പിന്നെ ഇതിനകത്ത് കൂടുതലുള്ള ആളാ സാറേ, സാറിന് അറിയാമല്ലോ, ഈ മണ്ണ് മാഫിയയും ഈ ഡ്രഗ് മാഫിയയും ഇതുപോലുള്ളവരല്ലേ മുഴുവൻ നിൽക്കുന്നേ. ഇവന്റെയൊക്കെ പ്രവർത്തികളൊക്കെ നമുക്ക് കുഞ്ഞുമേലെ അറിയാമല്ലോ. എന്ന് ഒരു ഭരണത്തിൽ വന്നാലും നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്ന് കഞ്ചാവും കടത്തി, ഇതും കടത്തി, കള്ളക്കച്ചവടം ചെയ്ത് ചാരായം വിട്ട് കാശുണ്ടാക്കിക്കൊണ്ടിരുന്ന നമ്മുടെ കൈവര്. അല്ല, അങ്ങനെയൊക്കെ അധിക്ഷേപിക്കാൻ മാത്രമുണ്ടോ? CPM-ൽ നമ്മൾ കണ്ട സമരപാന്താവിലൂടെ നടന്നു വന്ന നിരവധി ആളുകളില്ലേ? ഉണ്ട്. അവർക്ക് അറിയുന്നതോട് താല്പര്യമില്ല. ഇവിടുത്തെ വർഷങ്ങൾ 10-25 വർഷം ഇതിന്റെ AC ഇതില് മെമ്പറായിരുന്ന ഒരു വ്യക്തി 2 കൊല്ലമായിട്ട് ഇതിനകത്ത് പോകുന്നേയില്ല. ഏതായാലും വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ഫൈസൽ വിളിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ്. ഫൈസൽ, മലപ്പുറത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ മലപ്പുറം മഞ്ചേരി മഞ്ചേരി. ശ്രീ ഫൈസലിന് എന്ത് തോന്നുന്നു? ഒരു രാഷ്ട്രീയ സംഘടനയാകുമ്പോൾ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിനെയൊക്കെ കലാപക്കൊടി എന്ന തരത്തിൽ പറഞ്ഞാൽ അത് ശരിയാണോ? അതോ ആ കലാപക്കൊടികൾ CPM പോലൊരു പാർട്ടിക്ക് അത്ര ശ്ലാഘനീയമല്ല എന്ന നിലപാടാണോ സ്വീകരിക്കേണ്ടത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പാർട്ടിക്ക് ഇപ്പൊ എന്റെ നാടെന്ന് എടുക്കാം, മലപ്പുറം ജില്ല എടുക്കാം. ഒരു മലപ്പുറം ജില്ലയിൽ പാർട്ടിക്ക് ഒരു ഏകദേശം ഒരു 11-13 ഏരിയ കമ്മിറ്റികൾ ഉണ്ടാവും. ഓക്കെ, ആ ഓരോ ഏരിയ കമ്മിറ്റിക്കും അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റികൾ ഉണ്ടാവും. ഓരോ ഏരിയ കമ്മിറ്റിക്ക് കീഴിലും അത്രയും ലോക്കൽ കമ്മിറ്റികൾ ഉണ്ടാവും. അത്രയും ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലും അതുപോലെ ഒരു 10-13 ബ്രാഞ്ച് കമ്മിറ്റികൾ ഉണ്ടാവും. ഇത്രയും സമ്മേളനങ്ങൾ നടക്കുമ്പോൾ, ഓരോ ജില്ലയിൽ ഇത്ര സമ്മേളനങ്ങൾ നടക്കുമ്പോൾ 1-2 സമ്മേളനങ്ങളിൽ വിഭാഗീയത നടന്നു എന്ന് പറഞ്ഞിട്ട് ഇത്രമാത്രം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ നോക്കുക, കേരളത്തിൽ 14 ജില്ലകളുണ്ട്, 14 ജില്ലാ കമ്മിറ്റികളുണ്ട്. അതിൽ എത്ര ഏരിയ കമ്മിറ്റികൾ, എത്ര ലോക്കൽ കമ്മിറ്റികളുണ്ട്, എത്ര സമ്മേളനം നടന്നു? ഇത് കോൺഗ്രസിലാണ്. കോൺഗ്രസിൽ ഇങ്ങനെ സംഘടന സംവിധാനം അത് അവർ സമ്മതിക്കുന്നുണ്ട്. കോൺഗ്രസിലാണ് സാധാരണ എപ്പോഴും തർക്കങ്ങളും അടിപിടിയും ലഹളയും നടക്കാറുള്ളത്. പക്ഷെ അവര് കുറെ അനുദിനം മെച്ചപ്പെട്ടു വരുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു അടിപിടിയും നടക്കുന്നില്ലല്ലോ സാറേ. 1-2 ഈ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ 3 വർഷക്കാലത്തെ അല്ല, 1-2 അല്ല കേട്ടോ. ഇപ്പൊ കൊല്ലം ജില്ലയിലാണല്ലോ സംസ്ഥാന സമ്മേളനം നടക്കേണ്ടത്. തർക്കങ്ങളെ തുടർന്ന് 7 ലോക്കൽ കമ്മിറ്റികൾ സമ്മേളനങ്ങൾ നിർത്തി. സമ്മേളനത്തിലെത്തിയ സംസ്ഥാന സമിതി അംഗങ്ങളെ പൂട്ടിയിട്ടു. ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രവർത്തകർ പ്രതിഷേധ പ്രാർത്ഥന നടത്തി. കൊഴിഞ്ഞാമ്പാറയിൽ കോൺഗ്രസ് വിട്ടയാളെ സെക്രട്ടറിയാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ലോക്കൽ തലത്തിൽ പ്രതിഷേധം. വിമത കൺവെൻഷൻ. EMS സ്മാരകം എന്ന പേരിൽ വിമതർ ഓഫീസ് വേറെ തുറക്കുന്നു. പത്തനംതിട്ടയിൽ പീഡന കേസ് പ്രതിയെ നേതാവാക്കി എന്ന് പറയുന്നു. തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്കിത്
സർവേയുണ്ട്. ഈ ലോകസഭയിൽ ഇപ്പോഴത്തെ ലോകസഭയിൽ BJP MP-മാരിൽ 75% ആളുകൾ ആരാ? പഴയ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാര് അല്ലേ? ആണ്. ഇവിടെ തിരുവനന്തപുരത്ത് എനിക്ക് എന്റെ ഒരു ഓർമ്മ ചെറുപ്പകാലത്താണ് കെ മുരളീധരന് ശരത് ചന്ദ്ര പ്രസാദിനെ തുണിയൊരിഞ്ഞ് തല്ലി അല്ലേ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയോ? ഒരു സമ്മേളനം നടക്കുമ്പോൾ ആകാശ ഭൂമിക്കടിയിലുള്ള എല്ലാ വിഷയങ്ങളോട് ചർച്ച ചെയ്യും. അതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതല്ലേ പാർട്ടി. അല്ലാതെ ഇപ്പൊ നേരത്തെ ഒരാൾ വിളിച്ചിട്ട് പറയാ കഞ്ചാവ് മാഫിയ, ഇങ്ങനെയൊക്കെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളൊന്നും. ഇത് എന്തുകൊണ്ടാണ് രണ്ടാമത്തെ പിണറായി സർക്കാർ വന്നത്? ഇത്രയും ഇലക്ഷൻ നടത്തിയാലോ, ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാലോ ഒരു സീറ്റെങ്കിലും UDF വർദ്ധിക്കാൻ കഴിഞ്ഞോ? എന്തോ എത്ര എല്ലാ വലതുപക്ഷ മാധ്യമങ്ങളും. ഫൈസലിന്റെ ലോക്കൽ കമ്മിറ്റിയിൽ എന്താണ് സാഹചര്യം? അവിടെ ഒത്തൊരുമയോട് കൂടിയാണ് ആളുകൾ പോകുന്നത്. എങ്ങനെ? ഫൈസലിന്റെ ലോക്കൽ കമ്മിറ്റി, എന്റെ ലോക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ലോക്കലിന്റെ ഭാഗമായിട്ടല്ലല്ലോ സംസാരിച്ചത്. അല്ല, ഞാൻ ചോദിച്ചത് അവിടെയൊക്കെ എങ്ങനത്തെ അറിയാൻ വേണ്ടി ചോദിക്കാം. ഫൈസൽ പിണങ്ങല്ലേ? ഈ CPM-കാർക്കുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് ഞാൻ ചോദിച്ചത് അറിയാൻ വേണ്ടി ചോദിച്ചാണ് അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്. ഞാൻ ഉത്തരം പറയാം. സാറ് സമയം ഉണ്ടെങ്കിൽ എന്തും ചോദിച്ചു ഞാൻ ഉത്തരം പറയാം. ഇവിടെ ഒരു ലോക്കലിലും ഒരു സമ്മേളനങ്ങളിലും ഒരു വിഭാഗീയ പ്രവർത്തനം ഞാൻ അറിഞ്ഞില്ല. ഉൾപ്പാട്ടി ജനാധിപത്യം പാർട്ടി അനുവദിച്ചു കൊടുക്കുന്നതാണ്. അതിൽ ചിലപ്പോ ഒരു ലോക്കൽ സെക്രട്ടറിക്ക് പകരം വേറെ ആള് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അവിടെ ജനാധിപത്യപരമായിട്ട് ഒരു മത്സരം ചിലപ്പോ ഉണ്ടായേക്കാം. അല്ലാതെ അതിന് പുറത്തേക്ക് നിങ്ങൾ പറയുന്ന പോലെ അവിടെ പൂട്ടിയിട്ടു ഇവിടെ പുതിയ ഓഫീസ് തുറക്കാൻ പോകുന്നു, തുറക്കുന്നില്ലല്ലോ. തുറക്കട്ടെ, അപ്പൊ കാണാം. തുറന്നു. EMS സ്മാരകം എന്ന പേരിൽ തുറന്നല്ലോ. അത് EMS സ്മാരകം ടെലിഫോൺ ലൈനിൽ പ്രശ്നം ഉണ്ടായി. പോട്ടെ, ഏതായാലും ഫൈസല് വളരെ വിശദമായി. അല്ലാതെ പിന്നെ വേറെ കോൺഗ്രസിന്റെ നേതാവിന്റെ സ്മാരകം എന്ന് പറഞ്ഞിട്ട് വരുന്നില്ലല്ലോ. അതൊക്കെ അവർക്കൊരു കൂട്ടായ്മ ആർക്കും നടത്താലോ. EMS സ്മാരകം എന്ന് പറയുമ്പോ എന്താ പാർട്ടി വിരുദ്ധതയാണോ? അല്ലല്ലോ. പക്ഷെ പാർട്ടിയുടെ അംഗീകാരം ഇല്ലാതാവുമ്പോ അതിൽ ചെറിയൊരു പ്രശ്നമില്ലേ? അംഗീകാരം എന്ന് പറയുന്നത് പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളാണ്. അതുക്കപ്പുറം പാർട്ടിയോട് ചേർന്ന് നിന്ന് അനുഭവം പുലർത്തി എന്തും തുടങ്ങാം. അത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പല മാഫിയക്ക് വേണ്ടികൾ മാത്രമായിരുന്നു, അല്ല മാഫിയക്ക് വേണ്ടി ആവരുതെന്ന് മാത്രം. ഇപ്പൊ നേരത്തെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇടുക്കി ജില്ലയിലെ കഞ്ചാവ് മാഫിയ എല്ലാം ഒരു തെളിവില്ല, വെറുതെ ഇങ്ങനെ പറയാം അത് ഇവര് എന്നല്ലേ. അതൊക്കെ വ്യക്തമാണ്. ഏതായാലും ഫൈസൽ വളരെ നന്ദി. ഫൈസലിന്റെ അഭിപ്രായം പങ്കുവച്ചതിൽ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അവിടുത്തെ കൃത്യമായ ഒരു ചിത്രം ഫൈസലിന് അറിയാം എന്നുള്ളതും ഇതിൽ നിന്ന് വ്യക്തമാകുകയാണ്. പാലയിൽ നിന്ന് ഉമേഷ് വിളിക്കുന്നു. ശ്രീ ഉമേഷ്, നമ്മൾ പറഞ്ഞതുപോലെ ഉമേഷുമായിട്ട് സംസാരിച്ച് കുറേ ദിവസങ്ങളായി. ശ്രീ ഉമേഷിന് എന്ത് തോന്നുന്നു? രാഷ്ട്രീയമൊക്കെ നല്ലോണം നിരീക്ഷിക്കുന്ന ആളാണ് താങ്കൾ. എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്റെ വലിയ സമയം കൂട്ടിയപ്പോൾ ഞങ്ങളൊക്കെ പോലെയുള്ള കിട്ടുന്നില്ല. പക്ഷെ എടുക്കുന്നുമില്ല. എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് പൊതുവേദി പ്രേക്ഷകർക്ക് വേണ്ടി നീട്ടിയതാണ്, എന്നിട്ടും കിട്ടുന്നില്ല. അതെ അതെ, ഒരു മണിക്കൂറാക്കിയപ്പോ കിട്ടുന്നില്ല. ഇതിന്റെ സത്യം എന്നാന്ന് വെച്ചാല് സത്യം തോർന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അമിത ആത്മവിശ്വാസം കൂടിപ്പോയതാ പറ്റിപ്പോയത്. ഈ പാർട്ടിക്ക് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ ഉണ്ടായിരുന്ന ഒരു പാർട്ടി, എത്ര സംസ്ഥാനം ഭരിച്ചിരുന്ന പാർട്ടിയാ, ഇന്ത്യയുടെ ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്ന പാർട്ടിയാ. അവസാനം തുടർഭരണം എവിടെ കിട്ടിയോ അവിടെ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പണ്ട് പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇത് പറഞ്ഞ് ഉറപ്പുണ്ടായിട്ടുണ്ട്. ഇതിന്റെ കുഴപ്പം എന്നാന്ന് വെച്ചാല് ഇത് നമ്മുടെ കേരളത്തിൽ ഇതിന് അടിയുറച്ച് നിന്ന് എന്നാന്ന് വെച്ചാൽ വേറിളകാതെ നിന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ഇത് 5 വർഷം വന്നുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഈ പാർട്ടി അത്ര ശക്തമായിട്ട് നിന്നത്. ഈ പാർട്ടി തുടർഭരണം കിട്ടിയോടുകൂടിയാണ് ഈ പാർട്ടി കുഴപ്പത്തിലോട്ടെല്ലാം പോവുകയാണ്. വരുന്നവരും പോകുന്നവരെല്ലാം താരത്തട്ട് മുതൽ മേലെത്തട്ട് വരെ കുഴപ്പത്തിലോട്ടാണ് പോകുന്നത്. അതിന്റെ കാരണം വെച്ചാൽ അഹങ്കാരം കൂടിപ്പോയെന്നും വേണം പറയാം, ആ ഭാഷയിലും പറയാം. അതാണ് സംഭവിച്ചത്. പിന്നെ വേറെ ഇതിനകത്ത് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ ഞാനും ഈ പാർട്ടിയിൽ 10 കൊല്ലം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. ഞങ്ങളൊക്കെ ഈ അടുത്ത സമയത്ത് വോട്ട് പിടിക്കാനൊക്കെ പോകുമ്പോഴേക്ക് ഹിന്ദുക്കളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആളാ, നമുക്ക് വരേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ ആളാന്ന് ഒരു കൈയും പൊക്കി കാണിച്ചിട്ട് പോകാം. മറ്റ് നേരെ മറിച്ച് മുസ്ലിം സഹോദരന്മാരുടെയും ക്രിസ്ത്യൻ സഹോദരന്മാരുടെയും വീട്ടിൽ ചെന്ന് നമ്മൾ 3-4 തവണ കയറി ഇരുന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ട് തന്നെ. അപ്പോഴും ഹിന്ദുക്കളുടെ വോട്ടെന്ന് പറഞ്ഞ അടിയോർച്ച വോട്ടാണ്, അത് പോയില്ലായിരുന്നു. നമ്മളവിടെ പറയുന്ന കാര്യം അവർ വിശ്വസിച്ച് നമുക്ക് വോട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അതെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും ന്യൂനപക്ഷ പ്രേമം മൂത്തപ്പോഴേക്ക് ഹിന്ദുക്കളുടെ വോട്ടും മുഴുവൻ പോകാൻ തുടങ്ങി. അങ്ങനെ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് അത് കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷത്തിന്റെ വോട്ടും പോകാൻ തുടങ്ങി. അങ്ങനെ ന്യൂനപക്ഷം പോകാൻ തുടങ്ങി, ഒരു ഭൂരിപക്ഷം പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് ഈ പാർട്ടിക്ക് ആകെപ്പാടെ അങ്കലാപ്പായി. തുടർപടത്തിന്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചു പോയത്. പക്ഷെ തിരിച്ചു വരാൻ ഒരു ചാൻസ് ഉണ്ട്, ഇനിയും തിരിച്ചു വരാം. കാരണം ആരെയും മണക്കാതെ നല്ല രീതിയിൽ അങ്ങ് പോവുകയാണെങ്കിൽ ആരുടെയും അവകാശങ്ങളിൽ കൈകടത്താതെയും, അത് പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും ക്രിസ്ത്യൻസ് പള്ളിയാണെങ്കിലും ദേവാലയങ്ങളിലാണെങ്കിലും കൂടുതൽ കൈ കടത്തി അവരെ അത് അടിച്ചമർത്താൻ ശ്രമിക്കാതെ അവന്റെ കാര്യം നോക്കി, പാർട്ടിയുടെ കാര്യം നോക്കി പണ്ടത്തെ രീതിയിൽ അങ്ങ് പോവുകയാണെങ്കിൽ ഈ പാർട്ടി നമുക്ക് വീണ്ടും തിരിച്ചറിയാം. അല്ലെ ഈ പാർട്ടി അവശേഷമായിട്ട് ത്രിപുരയിലും ബംഗാളിലൊക്കെ സംഭവിച്ചാൽ ഈ പാർട്ടി
തീർന്നു പോകാനുള്ള സാധ്യത കാണുന്നു. അതിന് അങ്ങോട്ട് പോകാതെ കിടക്കാതെ ഈ പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കി പാർട്ടി നല്ല രീതിയിൽ കൊണ്ടുപോകുക, ജനങ്ങളെ നല്ല രീതിയിൽ നോക്കുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഈ പാർട്ടി ഇനി മുന്നോട്ട് നല്ല രീതിയിൽ പോകും. അല്ലെങ്കിൽ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പ്രദീപ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് ഈവനിങ് പ്രദീപ്. ഇത് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മിസ്റ്റർ മനു, നമുക്ക് ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം നമ്മളെ കണ്ടില്ലല്ലോ. ഞാന് ഇലക്ഷൻ തിരക്കൊക്കെ കഴിയുമ്പോൾ ഇടക്കൊന്ന് വീട്ടിലേക്ക് പോയതാണ്. ഓക്കെ, അപ്പൊ കുടുംബം എല്ലാം സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നല്ല നല്ല ന്യൂസുകളാണ്. പിന്നെ ഇതിൽ വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ മിസ്റ്റർ മനു, 19 ലക്ഷം യുവാക്കള്, അതായത് 16-നും 21 വയസ്സിനും ഇടയ്ക്കുള്ള USSR ആയിരുന്ന റഷ്യയില് 19 ലക്ഷം സൈനികരെ കൊലയ്ക്ക് കൊടുത്ത സ്റ്റാലിന്റെ പാർട്ടിയിലുള്ള അതിന്റെ ആശയം പേര് നടക്കുന്ന ഒരു കമ്മ്യൂണിസമാണ് കേരളത്തിലുള്ളത്. ഈ കമ്മ്യൂണിസം ലോകത്ത് എവിടെയുണ്ടോ ആ രാജ്യങ്ങളെല്ലാം ദുരിത കയത്തിലായിരുന്നു. അവര് പലരും ആ കമ്മ്യൂണിസം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ആ നാട് പലതും, ഇപ്പൊ അൽമേനിയ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, റുവാണ്ടയിലൊക്കെ എന്തുമാത്രം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിയാം. പല രാജ്യങ്ങളും നമുക്കിന്നെ പറഞ്ഞാൽ ഒരു പട്ടിക തന്നെ ഉണ്ടാവും, ഈ ഒരു അടുക്കുണ്ടാവും. പക്ഷെ അതല്ല വിഷയം. നമ്മൾ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാലേ, താങ്കൾ ഈ പിണറായി വിജയൻ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഈ കമ്മ്യൂണിസം നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായ ചില ആൾക്കാരിൽ ഒന്നാണ് പിണറായി വിജയൻ. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സെക്രട്ടറി, ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ പാർട്ടിയെ നശിപ്പിക്കും. ഇതിന് നല്ല ആശയമുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം കമ്മ്യൂണിസത്തിന്റെ ആശയം ഒരിക്കലും നല്ലതല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് ഞാൻ. അതിന്റെ കാരണം, മുതലാളി ഉണ്ടായിരുന്ന കാലത്ത് ഈ കമ്മ്യൂണിസത്തിന്റെ ആശയത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ എവിടെയാ മുതലാളി? ഇവരാണല്ലോ മുതലാളി. കഴിഞ്ഞ 8 വർഷമായിട്ട് സർവത്ര മേഖലകളിലും ഇവരാണ് മുതലാളി. നമ്മളൊരു ജംഗ്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ പാർട്ടി പ്രവർത്തകരായി ഒരു 10 കൊല്ലത്തിന് മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഓരോ വ്യക്തികൾ ഇന്ന് കോടീശ്വരന്മാരാണ്. അറിയാം മിസ്റ്റർ മനു? അതേപോലെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്, എവിടെ നോക്കിയാൽ അഴിമതിയാണ്. അതാ താങ്കളുടെ ചാനലിന്റെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്, MLA മകന് വേണ്ടി അനധികൃതമായിട്ട് ഒരു സുപ്രീം കോടതി ഇത് ചെകിട്ടത്തല്ലേ അടിച്ചത്. പിന്നെ ഒരു കാര്യമുണ്ട് മനു, മന്ദബുദ്ധികളായ, വിവരമില്ലാത്ത, പൊട്ടന്മാരായ കുറെ അണികൾ ഇവർക്കുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ആശ്വാസം. കേരളത്തിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇനിയും 3ാമത് കമ്മ്യൂണിസം വരും. കാരണം അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നല്ലോ, ബൈ ഇലക്ഷൻ. സ്ഥലത്തിന്റെ പേര് മറന്നുപോയി, ചേലക്കര. കാരണം ചേലക്കര നല്ല ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചത്. അപ്പോൾ ജനങ്ങൾക്കത് ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്ന ഭൂരിപക്ഷം എവിടെ ശരിയോ തെറ്റോ, ശരിയായാലും തെറ്റായാലും ഇപ്പൊ എന്റെ കാഴ്ചപ്പാടായിരിക്കില്ല ജനങ്ങളുടെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട്. എന്റെ കാഴ്ചപ്പാട് ഇതാണ്. പക്ഷെ ഭൂരിപക്ഷം ജനങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് SFIയില് പല ക്യാമ്പസുകളിലും ജയിച്ചു വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സോ കമ്മ്യൂണിസത്തിന് ഇപ്പോഴും നല്ല അടിയുറച്ച പ്രവർത്തകരുകൊണ്ട് അത് വളർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ കുറെ ആൾക്കാർക്ക് ദുരിതം പേര് ജീവിക്കാൻ ഒരു വിധിയുള്ളത് കൊണ്ട് എനിക്കൊന്നും പറയാനില്ല. അപ്പോ മനുവിന് സുഖം എന്നറിഞ്ഞൊരു സന്തോഷം മിസ്റ്റർ മനു. ഏതായാലും വളരെ നന്ദി ശ്രീ പ്രദീപ്. എൻ്റെ ക്ഷേമം ഒക്കെ അന്വേഷിച്ചതിനും ഏതായാലും പ്രതികരിച്ചതിനും വളരെ നന്ദി. ജോസഫ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ ജോസഫ് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജോസഫിന് എന്താണ് തോന്നുന്നത്? വിഭാഗീയത കുറഞ്ഞൊരു സ്ഥലമാണ് തൃശ്ശൂരെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഈ പലപ്പോഴും ആളുകൾക്കൊരു തെറ്റിദ്ധാരണ, താങ്കളുടെ വിഷമം തോന്നരുത്. അജഗജാന്തരം എന്ന് പറയരുത്, അജഗജാന്തര വ്യത്യാസം എന്ന് പറയരുത്, അജഗജാന്തരം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പലരും പ്രചരണം എന്നുള്ള തെറ്റായിരിക്കും. അത് നമ്മുടെ അജഗജാന്തരം എന്ന് പറഞ്ഞാൽ മതി, അത് കറക്റ്റാണ്. പലപ്പോഴും ഇതിനെ നമ്മളെന്താ റിഡൻഡൻസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു കാര്യം തന്നെ 2-3 ആവർത്തി ഒരേ വാക്കിൽ ഉപയോഗിക്കുക എന്നുള്ളത്. എനിക്ക് മനസ്സിലായി, കറക്റ്റാണ്. താങ്കളുടെ ആ ഒരു ഇത് ഞാൻ ഇനി ശ്രദ്ധിക്കാം. പലപ്പോഴും നമ്മൾ ഈ സംസാരിക്കുമ്പോൾ നമ്മൾ ഗ്രാമർ ശ്രദ്ധിക്കാറില്ല. വിഭാഗീയതാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്, CPM പറയുന്നതും ഗ്രൂപ്പിസം കോൺഗ്രസ്സുകാർ പറയുന്നതും രണ്ടും തന്നെയാണ്. അത് ശരിയാണ്. ഇവിടെ കോൺഗ്രസ്സുകാരും CPM-കാരും BJP-കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ പാകിസ്ഥാനായിട്ട് 1970 യുദ്ധം ഉണ്ടായപ്പോ 7th ഫ്ലൈറ്റ്, അമേരിക്കയുടെ 7th ഫ്ലൈറ്റ് ബേ ഓഫ് ബംഗാളിലേക്ക് എത്തിയതാണ്. ആ സമയത്ത് സോവിയറ്റ് യൂണിയൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇതൊന്നും സംസാരിക്കാൻ നമ്മളാരും ഉണ്ടായിരുന്നില്ല. 7th ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു കപ്പൽ മാത്രമല്ല, കപ്പൽ വ്യൂഹമാണ്. വിമാനങ്ങളൊക്കെ എടുക്കാൻ വലിയ സൈനിക വ്യൂഹമാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് CPM ആൾക്കാർ പുറത്തു പോയി കഴിഞ്ഞാൽ നല്ലവരാവും. ഇപ്പൊ പിണറായി വിജയൻ CPM പുറത്തു പോയി നല്ല മനുഷ്യനാവും. ഏറ്റവും പല മഹാന്മാർ പോലും പാർട്ടിയിൽ നിൽക്കുമ്പോൾ ആൾക്കാർ പൊട്ടാൻ പറയും. ഇപ്പൊ നോക്കിയാൽ
പഴയ ആൾക്കാരെ വാഴ്ത്തണം എല്ലാവരും. മറ്റു പാർട്ടിക്കാർ പോലും ആരെ വാഴ്ത്തുന്നു, ATHനെ വാഴ്ത്തുന്നു, EMSനെ വാഴ്ത്തുന്നു, പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാർ നല്ലവരെന്ന് പറയുന്നു. പിന്നെ ഈ കമ്മ്യൂണിസം തകർന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് തകർന്നിട്ടില്ല. കാരണം ഒരു സ്ഥലത്തും കമ്മ്യൂണിസം വന്നിട്ടില്ല, സോഷ്യലിസ്റ്റ് വന്നിരുന്നുള്ളൂ. അപ്പൊ അതാണ് തകരാറ്. മാത്രമല്ല ഈ സോവിയറ്റ് യൂണിയനിൽ 15 കോടി ജനങ്ങളാണ് പോപ്പുലേഷൻ. ഇന്ത്യയിലെ 7-8 ഏരിയ ഉണ്ടായിരുന്നെങ്കിൽ സോവിയറ്റ് യൂണിയനിലെ. അതിനേക്കാൾ എത്രയോ പേര് ഇപ്പൊ സൗത്ത് അമേരിക്കയിൽ കമ്മ്യൂണിസം വളർന്നു കഴിഞ്ഞു. എത്രയോ രാജ്യങ്ങളിൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് നടക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ളത്. ശ്രീലങ്കയിൽ പോലും കമ്മ്യൂണിസ്റ്റ് സത്യപരമായി ഭരിക്കുന്നത്. അപ്പൊ ഒരിക്കലും ശോഷകനും ചൂഷണമുള്ള കാലത്തോളം കമ്മ്യൂണിസം തകരില്ല. അങ്ങനെ ഏറ്റവും വലിയ കാര്യം. അത് BJPക്ക് എന്റെ സുഹൃത്തുക്കളായ RSS പോലെ എന്നോട് പറയാറുണ്ട്. ചൂഷകനും ചൂഷണമുള്ള കാലത്തോളം പിന്നെ മാറ്റത്തിന് മാത്രം മാറ്റമില്ല എന്ന് കാർൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. അതും നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഈ സമ്മേളന കാലയളവിൽ വലിയ പൊട്ടിത്തെറികൾക്ക് CPM വേദിയാകുന്നു എന്നത് വലിയ ചർച്ചാ വിഷയമാകുകയാണ്. ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കുകയാണ്. അപ്പോൾ രൂക്ഷമായ വിഭാഗീയത പുറത്തു വരുന്നു എന്നതും വലിയ ചർച്ചയാവുകയാണ്. സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്ന കൊല്ലത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതും അത് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ട സാഹചര്യവും കേരളം ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നു. പാലക്കാടും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ഒക്കെ നേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉയർന്നു എന്നതും ശ്രദ്ധേയമാണ്. തിരുവല്ലയിൽ CPM വിഭാഗതിയിൽ നടപടി പാർട്ടി എടുത്തു എന്നത് ഏറ്റവും പൊടുവായി പുറത്തു വന്ന വിവരമാണ്. ലോക്കൽ സമ്മേളനത്തിൽ വിതരണം ചെയ്ത റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർന്നു എന്നതാണ് അവിടെ ഒരു പ്രശ്നമായി വന്നത്. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി KK കുഞ്ഞുമോനെ മാറ്റിയിട്ടുണ്ട്. താൽക്കാലിക ചുമതല ഏരിയ കമ്മിറ്റി അംഗം ജെനോ മാത്യുവിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വീണ്ടും നടക്കാനിരിക്കുന്ന ലോക്കൽ സമ്മേളനം ശരിയായ രീതിയിൽ അവിടെ നടക്കുമോ എന്ന സംശയം അങ്ങനെ ഉരുത്തിരിയുകയാണ്. CPM മംഗലപുരം ഏരിയ സെക്രട്ടറിയായ മധു മുല്ലശ്ശേരി കഴിഞ്ഞ ദിവസം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് കലാപത്തിൻ്റെ മറ്റൊരു ഇടമായി ഒക്കെ പ്രതികരിക്കുകയാണ്. ഏതായാലും കൂടുതൽ പ്രേക്ഷകർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനു വർക്കലയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ബിനുവിനോടും ഞാൻ സംസാരിച്ചിട്ട് കുറേ ദിവസങ്ങളായി. ബിനു, തെരഞ്ഞെടുപ്പിൻ്റെ ചൂടൊക്കെ കഴിഞ്ഞു. രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒരു തവണ ചർച്ച ചെയ്തോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതായാലും ബിനുവിനെ വീണ്ടും കാണാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ വിളിച്ചു എന്നതിൽ സന്തോഷം. ശ്രീ ബിനു, എങ്ങനെയാണ് ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? അത് വിവിധ കാരണങ്ങളുണ്ട്. എങ്കിലും അതിൽ ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം പറയാം. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അല്പ വർഗീയത ഫീൽ ചെയ്തേക്കാം, എങ്കിലും കേൾക്കുക. അതായത് PFIയിൽ നിന്നും മാറി വന്ന സഖാക്കൾക്കാണ്, അതായത് ഇപ്പോഴത്തെ സഖാക്കൾ, സഖാക്കളായ ആൾക്കാർക്കാണ് ബൂത്ത് കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും മുൻഗണന കൊടുക്കുന്നത്. ഉണ്ട്. എന്റെ വാർഡിൽ പോലും BJPക്ക് 10 വോട്ട് കിട്ടായിരുന്ന വാർഡിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് വന്നത് BJP. എന്റെ വാർഡില്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അതൊരു 85% ഹിന്ദു ഉള്ള വാർഡില് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അവരെല്ലാം PFIന്ന് വന്നവരാണ് ഇപ്പോൾ ഉള്ളത്. അത് പ്രശ്നമാണ്. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് വർഗീയതായിട്ട് തോന്നിയേക്കാം, പക്ഷെ അത് വിവിധ കാരണങ്ങളിൽ ഒരു കാരണം അതാണ്. വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം. വർക്കലയിൽ നിന്നാണ് ബിനു വിളിച്ച. ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. പൊതുവേദി തുടരുന്നു. യൂട്യൂബിലും ചില പ്രേക്ഷകർ പ്രതികരണങ്ങളുമായി എത്തുന്നുണ്ട്. നീതു സാറ ബാബു എനിക്ക് ഒരു ഹായ് സന്ദേശം അയച്ചിരിക്കുന്നു. നീതുവിനും ഞാൻ തിരിച്ച് എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. സുദർശനൻ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് വരും എന്ന് നമുക്ക് കരുതാം. സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ സുരേന്ദ്രൻ നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. രാഷ്ട്രീയം വളരെ അടുത്ത നിന്ന് നിരീക്ഷിക്കുന്ന ഒരാളാണ്. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ ഏതെന്തുമായിക്കോട്ടെ തുറന്നു പറയുന്ന ഒരാളുമാണ്. ശ്രീ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ സത്യസന്ധമായി എന്ത് കരുതുന്നു? നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത്, ഞാൻ നോക്കിയിട്ട് ഇത് ഒരു പ്രാദേശിക തലത്തിലുള്ള ഈ വിഭാഗീയതയാണ്. നേതൃത്വത്തിലേക്ക് പഴയ കാലത്തെ പോലെ നേതൃത്വത്തിലേക്കുള്ള ഒരു വിഭാഗീയതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉദാഹരണമായിട്ട് പറയണ മംഗലപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹത്തിന് 5 വോട്ടേ കിട്ടിയുള്ളൂ, മറ്റാൾക്ക് 8 വോട്ട് കിട്ടി. വേറെ പാർട്ടിയിലാണെങ്കിൽ എന്തുണ്ടാവും? ഈ 5 വോട്ട് കിട്ടിയ ആള് ജയിക്കും, 8 വോട്ട് കിട്ടിയുള്ള ആള് തോൽക്കും. അതാണ് അവിടെ ഉണ്ടാവുന്നത്. അതായത് അദ്ദേഹം മുന്നം ഏരിയ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അണികളെ ഒപ്പം ചേർത്ത് നിർത്തി പ്രവർത്തിക്കാൻ കഴിയാതെ അദ്ദേഹത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത്? പിന്നെ ആലപ്പുഴയിലെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇതിലേക്ക് പോയെന്ന് പറഞ്ഞു, BJPയിലേക്ക് പോയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എടുത്തു നോക്കുക. അതൊന്നും പ്രൊജക്ട് ചെയ്ത് വരുന്നില്ല. കാരണം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഒരു ഭർത്താവ് വേറൊരു പാർട്ടിയിലേക്ക് പോയിന് ഇവിടെ കേക്ക് മുറിച്ച് ആഘോഷിച്ച് പാർട്ടിക്കാരോടൊപ്പം ആഘോഷിച്ച് നിൽക്കുന്ന
ഒരു സംഭവമാണത്. അല്ല, അത് അവര് തമ്മിൽ എന്തോ തർക്കമുള്ളത് കൊണ്ടല്ലേ? അത് നേരത്തെ ഒരു തർക്കം അവർ തമ്മിൽ ഉണ്ടല്ലോ. തർക്കമല്ല സാറേ, കേസായിട്ടുള്ളതല്ല. ഈ ഭാര്യ പരാതി കൊടുത്തിട്ടുള്ളതാണല്ലോ. ഇതേമാതിരി തന്നെയാണ് മംഗലപുരത്തും ഇദ്ദേഹത്തിന്റെ മകൻ അവിടെ ലോക്കൽ സെക്രട്ടറി ആണെന്ന് പറയണു. അപ്പൊ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് അവിടെയുള്ള ആൾക്കാരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല? ഇതേപോലെ തന്നെ ഇപ്പൊ സാറെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് ഇപ്പൊ ഈ മറ്റുള്ള പാർട്ടികളെ കൂടി നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം രാജിവെച്ച് പാർട്ടി സെക്രട്ടറി ആവാനാ പോയത്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടു ഈ രാധാകൃഷ്ണൻ മിനിസ്റ്ററൊക്കെ ഉണ്ടല്ലോ, രാധാകൃഷ്ണൻ മിനിസ്റ്റർ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് MP ആയിട്ട് പോണത്. ഇങ്ങനെ കേരള ചരിത്രത്തിൽ ആരെങ്കിലും ഉണ്ടായിണ്ടോ നോക്കുക. അത് ചേലക്കരയിലെ രാധാകൃഷ്ണൻ സാറിന് തന്നെ പറ്റുള്ളൂ. കാരണം രാധാകൃഷ്ണൻ സാർ തോറ്റു കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ സാറിന് ഒരു നഷ്ടവുമില്ല ചേലക്കരയെ സംബന്ധിച്ച്. അദ്ദേഹത്തിന് കുറെ പറമ്പുണ്ട്, ഒരു കൈക്കോട്ടും ഇതും കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെയൊക്കെ ക്ലീൻ ആക്കി എടുക്കും, ഒരു പ്രശ്നവുമില്ല അദ്ദേഹത്തിന്. ഈ അശോക് ഗെഹ്ലോട്ട് എന്ന് പറഞ്ഞ രാജസ്ഥാനിലെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അന്ന് കോൺഗ്രസിന്റെ സെക്രട്ടറിമാരെ ICC പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞപ്പോ എന്താ പറയുക, ഞാൻ മുഖ്യമന്ത്രിയും ഈ ICC പ്രസിഡന്റും ഒരുമിച്ച് കൊണ്ടുവന്നു. അതാണ് ഈ പാർട്ടികൾ തമ്മിൽ നമ്മൾ സാറ് വിലയിരുത്തുമ്പോ ഇതും കൂടി ചിന്തിക്കണം. കാരണം അതുപോലെ തന്നെ ജ്യോതി ബാസുവിന്റെ കയ്യിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം കൊണ്ടുവച്ചപ്പോ എന്താ പറഞ്ഞു, അത് വേണ്ട, അതിനൊന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ അത് അന്നും പറഞ്ഞത് ഇങ്ങനെയാണ്, പഴയകാല കമ്മ്യൂണിസ്റ്റുകാർ വളരെ നല്ലത്. ഇപ്പൊ പറയും പഴയകാല കമ്മ്യൂണിസ്റ്റുകാർ വളരെ നല്ലതാണ്, ഇപ്പോഴത്തെ ആൾക്കാർ വളരെ മോശമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അത് നോക്കണ്ട. കാരണം ഇത് എല്ലാ പാർട്ടികളിലും നല്ലതും ഉണ്ട്, ചീത്തയുണ്ട്. നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ ആ സംഘടനാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു. വളരെ ഇതായിട്ട് പറഞ്ഞിട്ടു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടു കോൺഗ്രസിലൊന്നും ഒരു പ്രശ്നമില്ല. കോൺഗ്രസിന്റെ സീറ്റും കോൺഗ്രസിന് ഇപ്പൊ തൃശ്ശൂർ DCC പ്രസിഡന്റ് ഇല്ല. എന്താ കാരണം? ഇത്ര നാളെ DCC പ്രസിഡന്റ് ഇല്ലാത്ത കാരണം വളരെ നല്ല സൗഹാർദ്ദപരമായിട്ട് പോണത്. അതുകൊണ്ടായിരിക്കും അവിടെ DCC പ്രസിഡന്റ് ഇല്ലായിരുന്നു. ശ്രീകണ്ഠനെ ഏൽപ്പിച്ചു. ശ്രീകണ്ഠനും ആകെ തലവേദന എടുത്തിട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് പറ്റില്ല ഈ പരിപാടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാലക്കാട്ടേക്ക് ഓടി. തൃശ്ശൂരിലെ കംപ്ലീറ്റ് വിഭാഗീയതയുടെ ഏറ്റവും വലിയൊരു ജില്ലയാണ് കോൺഗ്രസിന്റെ വിഭാഗീയതയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇവിടെ. സുരേന്ദ്രൻ, അതിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവര് ഇത് സമ്മതിക്കുന്നു, ഇതിൽ ഞങ്ങളുടെ പാർട്ടിയിൽ ഈ പ്രശ്നം. അയ്യോ സാറേ, ഇങ്ങനെ ഇടതുപക്ഷത്തെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് പറയരുത്. എല്ലാവരും ചെയ്യണമെന്നറിയാം. ഞാൻ ഇടതുപക്ഷത്തെ ഒന്നും സ്നേഹിച്ചില്ല. ഞാൻ പറഞ്ഞത് അവര് പറയുന്നു ഞങ്ങളുടെ പാർട്ടിയിൽ ഈ പ്രശ്നമുണ്ട്, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങളത് സമ്മതിക്കുന്നില്ല. അവിടെയാണ് ഈ കുഴപ്പം. ഈ പ്രശ്നമുണ്ട് എന്നത് തൊടിയൂരിൽ, ആലപ്പാട്, കുലശേഖരപുരം സൗത്ത് 5 ലോക്കലുകളിൽ ഒക്കെ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പ്രാദേശിക ഒറ്റപ്പെട്ട പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നിടത്തു നിന്നാണ് അവർ പറയുന്നത്. പണ്ട് കോൺഗ്രസിലൊക്കെ ഇത് വലിയ പ്രശ്നമായിരുന്നു ഇത്തരം പ്രശ്നങ്ങൾ. പക്ഷെ കോൺഗ്രസ് ഇപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ടു എന്ന് അവർക്ക് പറയാനൊരു അവസരം നിങ്ങൾ കൊടുക്കുന്നു. അതായത് 86,000 വോട്ട് തൃശ്ശൂരിൽ നിന്ന് പോയി എന്ന് സംബന്ധിച്ച TN പ്രധാൻ ആ റിപ്പോർട്ടൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടായിരിക്കണം ഈ തോമസ് ഐസക്കിനെ തോൽപ്പിക്കാനൊക്കെ ശ്രമം നടന്നത്? ഞാനിപ്പോൾ സുരേന്ദ്രൻ ഇതൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. തോമസ് ഐസക്കിന് പത്തനംതിട്ട ജില്ലയുടെ ആ ഒരു ഇത് അറിയാലോ. തോമസ് ഐസക്ക് മോശമായിട്ടല്ല. സാറൊന്ന് ആലോചിച്ച് നോക്കി, ആ ഒന്നാം പിണറായി സർക്കാരിലെ എല്ലാ മന്ത്രിമാരും നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്നിട്ട് അതിൽ സുധാകരന് മാത്രം സീറ്റ് കൊടുത്തില്ല. അദ്ദേഹത്തിന് എല്ലാ അർഹതപ്പെട്ട എല്ലാ സ്ഥാനങ്ങളും കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പാർട്ടിയെ തള്ളിപ്പറയാ, ഇത് അറിയാം. തോമസ് ഐസക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അതാ പറഞ്ഞത്, എല്ലാ ആനുകൂല്യങ്ങളും പറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ പാർട്ടിയെ തള്ളിപ്പറയുക, അത് ശരിയായിട്ടുള്ള പ്രവണതയല്ല. അത് തോമസ് മാഷ് ചെയ്താലും അത് തെറ്റാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം. ഒരു പ്രേക്ഷകൻ ദുബൈയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ അബ്ദുറഹ്മാൻ കുറച്ചു നേരമായി ദുബൈയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നു. വളരെ നേരം കാത്തിരുന്നതിന് ക്ഷമിക്കണം. ശ്രീ അബ്ദുറഹ്മാൻ, കേൾക്കാമോ? കേൾക്കാം. പക്ഷെ കാത്തിരുന്നതിന് പെട്ടെന്ന് സാർ എന്നെ ഓടിക്കരുത്. ഇല്ല. ശ്രീ അബ്ദുറഹ്മാന് കൊടുത്തത്ര സമയം ഈ പൊതുവേദി ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന സംശയമാണ് എനിക്കുള്ളത്. ഇപ്പൊ സംസാരിച്ച സുരേന്ദ്രൻ സഖാവ് വിട്ടുപോയ ഒരു കാര്യം ഞാൻ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ പാർട്ടിയും EK നായനാറും പിണറായി വിജയനും കൂടിയിട്ട് കൈകോർത്തിട്ട് കേരളത്തെ വെളിച്ചം കാണിച്ചതിന് ശേഷം അദ്ദേഹം പാർട്ടിയിലേക്ക് പോയത്, സെക്രട്ടറി ആവാൻ പോയത്. അത് മറക്കരുത് നിങ്ങൾ മാധ്യമങ്ങൾ. ഇനി വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ദുബായിൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രമുഖ ചാനലിന്റെ ബിനാമി ഒരു റേഡിയോ പ്രവർത്തിക്കുന്നുണ്ട്. ആ റേഡിയോ ഇന്ന് നിലനിൽക്കുന്നത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും. അവരോട് ചോദിച്ചിട്ട് അത് മറുപടി, ഞാൻ ഒരു ചോദ്യം അവരോട് ചോദിച്ചത് തന്നെയാണ് സാറിനോടും ചോദിക്കുന്നത്. കാരണം അവർ തന്ന മറുപടി എന്ന് പറഞ്ഞാൽ അത് ദേശാഭിമാനിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ്. സാറ് പോലും കൊടുത്തതാണ്. വയനാട്ടിലെ MP ജയിച്ച് അവിടെ വന്നപ്പോൾ സ്വീകരണത്തിന് ലീഗിന്റെ ഒരൊറ്റൊരു നേതാക്കന്മാരെയും അവിടെ അടുപ്പിച്ചില്ല.
കാരണം മുൻപ് അവരുടെ കൊടി പിടിക്കാൻ അവർക്ക് അവകാശമില്ല. ഇന്ന് ജയിച്ചപ്പോൾ അവർ ചവിട്ടി പുറത്താക്കി. അതിന് പല കലഹങ്ങളും എല്ലാ മാധ്യമങ്ങളും വന്നതാണ്. അത് മറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ BJPയിലുള്ള ഒരു വലിയൊരു പൊട്ടിത്തെറി മറക്കാൻ വേണ്ടിയിട്ടും ഈ CPMന്റെ തലയിലേക്ക് അങ്ങ് കയറുക എന്നുള്ളത് എല്ലാവരുടെക്കും ഒരു സുഖകരമായ കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മത്സരം നടക്കുകയും അത് ഈ പാർട്ടി ഉണ്ടായ കാലം മുതലേ ഉള്ളതാണ്. ആ സമയത്ത് പല പല മാധ്യമങ്ങളിലൂടെയും ഇതുപോലുള്ള സംഭവങ്ങൾ അവര് പുലപ്പിച്ചിങ്ങനെ വലിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്ന കാര്യങ്ങൾ പോലും മഹാസംഭവമാക്കിയിട്ട് ഈ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ 50 വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണല്ലോ. പിന്നെ അതുകൊണ്ട് അത് തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. ഈ പാർട്ടിയിൽ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെതാണ് ഈ ഇലക്ഷനെങ്കിൽ താങ്കൾക്കറിയാലോ, അവരുടെ കള്ള ഐഡി ഉണ്ടാക്കിയിട്ടാണ് ഇപ്പൊ ഒരു MP ആയിട്ട് പോയിട്ടുള്ളത് ഒരാള്, അല്ല MLA ആയിട്ടുള്ളത്. അറിയില്ലേ സാറിന്? ഹലോ, അറിയാം. അതല്ല, പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അവരതൊക്കെ സമ്മതിക്കുന്നുണ്ട്, അവർക്ക് പോരായ്മകളുണ്ട് എന്നുള്ളത്. അതാണ് അവർ പറയുന്നത്, പോരായ്മയുണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഹലോ, കേൾക്കുന്നു. ഈ ചാനലിന്റെ പ്രത്യേകത സാറ് പറഞ്ഞല്ലോ, ഇത് സമയം കൂട്ടിയിട്ടും കിട്ടുന്നില്ല. കാരണം സാറിന്റെ ഈ ചാനലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല വിഭവങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പം ശ്രോതാക്കളും അതുപോലെ പ്രേക്ഷകരെല്ലാം കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം എനിക്കും ലൈന് കിട്ടാത്തത്. അതുകൊണ്ടാണ് പറയുന്നത്, കോൺഗ്രസ്സുകാർക്ക് ഇപ്പൊ ഒരു നന്ദി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർക്ക് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് സ്നേഹം വന്നിട്ടുണ്ട്. ആ സ്നേഹത്തിന് തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്ന മഹാന്മാർക്കൊക്കെ ഒരുപാട് നന്ദി. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സാറേ, ഈ പറയുന്ന ഞാനായാലും എനിക്ക് വർഗീയത ഇല്ല എന്ന് പറഞ്ഞും കൊണ്ടിട്ട് ഞാൻ വർഗീയത സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വർഗീയവാദിക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യവും സാർ ഒന്ന് മനസ്സിലാക്കുക. യെസ്, വ്യക്തമാണ്. ഏതായാലും ആവശ്യത്തിന് സമയം താങ്കൾക്ക് ഇത് തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഷാജി കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷാജി, ഈ കൊല്ലത്ത് പൊട്ടിത്തെറി വളരെ ശക്തമാണെന്നാണ് കേൾക്കുന്നത്. അതിൽ വല്ല സത്യമുണ്ടോ ഷാജി? നമസ്കാരം. 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 അല്ല, ഈ കൊല്ലത്ത് ഈ സംഘടനാ സമ്മേളനങ്ങൾ 3 വർഷം കൂടുമ്പോൾ നടക്കും CPMനെ സംബന്ധിച്ചിടത്തോളം. അപ്പോ ഈ ഒരു പാർട്ടി മെമ്പറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അവരെ ബന്ധപ്പെട്ട മേഖലയിൽ സമ്മേളനം നടക്കുമ്പോൾ അവർക്ക് ഇതിന്റെ ഈ ഏത് നേതാവിനെ കുറിച്ചായാലും ഈ നേരത്തെ പലരും പറഞ്ഞതുപോലെ ഏത് വിഷയത്തെ കുറിച്ചായാലും സംസാരിക്കാനുള്ള അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള വേദിയാണ്. ശ്രീ ഷാജി ഏത് സ്ഥലത്താണ് ഈ കൊല്ലത്ത്, ഏത് ലോക്കലിലുള്ള ആളാണ്? ഞാൻ കിളിയല്ലൂർ എന്ന് പറയുന്ന ലോക്കലിലുള്ള. അവിടെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിമർശിക്കേണ്ട വേദികളിൽ നമ്മൾ വിമർശിക്കുന്നുണ്ട്, അതിന്റെ മറുപടി കിട്ടുന്നുണ്ട്. മറുപടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും നമ്മൾ വിമർശിക്കുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ സംഘടനാ തലത്തിൽ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോ പിന്നെ ഈ കുലശേഖരപുരം എന്നൊക്കെ പറയുന്നിടത്ത് പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നത് അതൊക്കെ സംഘടനയ്ക്ക് നേരിടാനുള്ള ശക്തി CPMനുണ്ട്. അല്ലാതെ വലിയ പൊട്ടിത്തെറി എന്നൊന്നും വിപ്ലവ കൊടിയെന്നും അല്ലെങ്കിൽ കലാപക്കാറ്റ് എന്നൊന്നും പറയാനില്ല. ചെറിയ ചില ഓലപ്പടക്കങ്ങൾ മാത്രമാണ് എന്നാണ് പറയേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും ഇല്ല. ഇതൊക്കെ എല്ലാ വർഷവും നേരത്തെ പലരും പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തും പിന്നെ ആലപ്പുഴയിലും ഒക്കെ നടന്ന സംഭവം എന്താണെന്ന് മറ്റൊരു പ്രേക്ഷകൻ വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഒരു തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ വന്ന് പറഞ്ഞു, ഈ CPMന്റെ അണികളെല്ലാം വെറും പൊട്ടന്മാരാണ്, വിവരദോഷികളാണ്, അങ്ങനെയൊക്കെയുള്ള അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ പറയുമ്പോൾ നിങ്ങളത് കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യക്ക് എല്ലാ തരത്തിലും ഉള്ള പിന്തുണ കൊടുത്തത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അത് ഈ പൊട്ടൻ പ്രേക്ഷകന് മനസ്സിലായിട്ടില്ല, അറിയില്ല. അതും കൂടെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അത് റഷ്യ ഇപ്പൊ പിന്നെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി, അത് വേറെ കാര്യം. അത് അവരുടെ വിപ്പുകൾ കൊണ്ട് ഇല്ലാതായി. ഇന്ത്യയുടെ എല്ലാ ശാസ്ത്ര സാങ്കേതിക രംഗത്തും വേണ്ട പിന്തുണ കൊടുത്ത് ഇന്ത്യയെ കൈപിടിച്ചു കയർത്തിയ അമേരിക്ക മറ്റൊരു ചേരിയിലായിരുന്നല്ലോ, അമേരിക്കയുടെ ചേരി വേറെ ആയിരുന്നല്ലോ. അപ്പോ അതൊക്കെ ഓർമ്മ വെച്ചുകൊണ്ട് വേണം ഈ പൊട്ടൻ വർത്തമാനങ്ങൾ വന്നിരുന്നുകൊണ്ട് പറയാം. പിന്നെ ഈ സംഘടനാ രംഗത്ത് ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ ഇത് നേരിടാനുള്ള ശേഷിയുണ്ട്. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും നടന്ന, ആലപ്പുഴയിൽ ഒരാളെ പുറത്താക്കി, അയാൾ എന്തിനാ പുറത്താക്കിയെന്ന് എല്ലാവർക്കും അറിയാം. അയാൾ ഭാര്യയ്ക്കെതിരെയുള്ള ആയിട്ടുള്ള കേസാണ്. ആ കേസിന്റെ വിശദീകരണം ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് പാർട്ടി നിലപാടെടുത്തിട്ടുണ്ടാവും. അത് അയാൾക്ക് സ്വീകാര്യമല്ല, അയാൾ BJP പോയി. അപ്പോഴത്തേക്ക് പിന്നെ അതല്ല അതിലും വലിയ രസം, പിന്നെ മതനിരപേക്ഷ നിലപാട് ഇല്ല, അതുകൊണ്ട് ഞാൻ BJP പോകുന്നു. എന്താണത്? എന്ത് വൈരുദ്ധ്യമായിട്ടുള്ള പ്രസ്താവനയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നടന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ പിടിച്ച് കൃഷ്ണപുരം ഡിവിഷൻ അംഗമാക്കുന്നു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആക്കുന്നു, മുതകുളം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആക്കുന്നു, SFIയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആക്കുന്നു, പ്രസിഡന്റ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാക്കുന്നു, DYFI തുടങ്ങിയ പല
പദവികളിലും പിടിച്ചിരുത്തുന്നു. അതാണ് ഇതിലെ ഒരു ചെറിയ പ്രശ്നം. ആള് പോകുമ്പോഴാണ് അതൊരു പ്രശ്നമായിട്ട് തന്നെ കാണുകയാണ്. അത്തരത്തിലുള്ള വീഴ്ചകളൊക്കെ ചിലപ്പോൾ സംഘടനാപരമായി ആശയപരമായി ആയുധമണിയിക്കാനുള്ള ഒരു കുറവ് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അത് ഇതിനകത്ത് യാഥാർത്ഥ്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്നു ഒരു പാർട്ടിക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ അതോടൊപ്പം തന്നെ ഇവരോടൊക്കെ ഉള്ള അങ്ങനെ അത് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ സുഹൃത്തെ, ഈ PM വേലായുധൻ എന്ന് പറയുന്ന BJP നേതാവ് ഉണ്ടായിരുന്നു. അയാൾ തലയിൽ കൈയും വെച്ചുകൊണ്ട് എന്നെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് ചാനൽ മൊത്തം നിലവിളിച്ചുകൊണ്ട് പോയി. ഒരു ഹരിജനായിരുന്നു. ഏതെങ്കിലും ഒരാള് അയാൾക്ക് അനുകൂലമായിട്ടൊരു അഭിപ്രായം പറയാൻ ഉണ്ടായിരുന്നു? അതുപോലെ തന്നെ KV തോമസ് ആയാലും ആരൊക്കെ ഉണ്ടായിരുന്നു? ഇവരൊക്കെ ആരായിരുന്നു? അപ്പൊ ഇതൊക്കെ നമ്മൾ കാണണം ഇതൊക്കെ. അതുപോലെ തന്നെ ഒരു വനിതാ നേതാവ്, തീപ്പൊരി നേതാവിനെ കുറിച്ച് ഒരു ചാനലിന്റെ മേധാവി കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതോടുകൂടി അവരവിടെ നിർത്തി. പിന്നെ ഒറ്റ അക്ഷരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുപോലെ ഒരു വീഡിയോ 25 ലക്ഷത്തിന്റെ കറങ്ങുന്നുണ്ട്, ഒരു ഓഡിയോ. അതിനെക്കുറിച്ചൊന്നും ഒരു പ്രസ്താവനയില്ല, ആർക്കും അറിയണ്ട. അല്ല, അതൊക്കെ നമ്മൾ വാർത്തയായി എല്ലാ ഘട്ടത്തിലും വന്നിട്ടുള്ളതാണ്. ഒന്നും വാർത്തയായിട്ടില്ല സുഹൃത്തെ, യൂട്യൂബിൽ കിടന്ന് കിടക്കുന്ന വന്ന സമയത്ത് അതിനെപ്പറ്റിയുള്ള പ്രതികരണം ചോദിച്ച് അവരുടെ വിശദീകരണം ചോദിച്ച് ആ സമയത്ത് തന്നെ അതൊക്കെ എല്ലാ മാധ്യമങ്ങളും കൊടുത്താണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇല്ല അല്ല, ഓർമ്മയില്ലെന്നേ. അത് അങ്ങനെ എല്ലാവരും വിശദീകരണം ചോദിച്ചിരുന്നു. സ്വാഭാവികമല്ലേ ഏറെക്കുറെയൊക്കെ ഈ രാഷ്ട്രീയ വീക്ഷണവും. അല്ല, അങ്ങനെ ഒരാളെ പറ്റി ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായും അത് ഒരു ചോദ്യ വിഷയമായി ഉയർത്തില്ലേ? അയാൾക്ക് അതിന് മറുപടി പറയാനുള്ള അവസരം കൊടുത്തു. ആ മറുപടിയും വന്നു. എല്ലാം മറുപടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഞാൻ ഈ പറഞ്ഞത് പിൻവലിച്ചോളാം. അത് വന്നേ, അന്ന് വന്നു. അത് ഇങ്ങനെ എന്താണ് ഈ അടുത്ത കാലത്ത് മറ്റൊരു പ്രമുഖ ചാനലിന്റെ മേധാവി ആയിട്ടൊരു ക്ലാഷ് ഉണ്ടായി. അയാള് അവരുടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇറങ്ങിയിരുന്നു. ഇന്ന കാര്യങ്ങളെന്നും പറഞ്ഞ് അവർക്കെതിരെ പറഞ്ഞു. പിന്നെ അവര് ഒറ്റ അക്ഷരം വേണ്ടിയിട്ടില്ല. അവരും ഇവിടെ അഴിമതിക്കെതിരെയൊക്കെ നടന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. അവരും ഇപ്പോഴും അതെന്താണെന്ന് എനിക്ക് വ്യക്തമല്ല. ഏതായാലും വളരെ നന്ദി. താങ്കൾ അവിടെ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. തോമസ് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരാറുണ്ട്. ഏതായാലും ശ്രീ ഷാജി വളരെ വിശദമായി കാര്യങ്ങൾ വിവരിച്ചു. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ട് എന്നതും നമുക്ക് കാണാനാകും. ശ്രീ തോമസ് കുമളിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ സാറേ. ശ്രീ തോമസിന് എന്ത് പറയാനുണ്ട്? ഈ MV ഗോവിന്ദൻ പറയുന്നത് ഇതിനെതിരെയൊക്കെ ശക്തമായ നടപടി ഉണ്ടാകും, വിഭാഗീയത പ്രോത്സാഹിപ്പിക്കുന്നവരെയും അതിനെ ഒതുക്കാൻ ശ്രമിക്കാത്തവർക്കുമെതിരെയൊക്കെ കർശന നടപടി ഉണ്ടാകും, ഇതൊക്കെ CPM-ന് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വിഷയം മാത്രമാണ് എന്ന്. എന്താണ് ശ്രീ തോമസിന്റെ അഭിപ്രായം? സാറേ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ. അതായത് ഞാന് ജോലി ചെയ്തത് മസ്കറ്റിലാണ്. അപ്പം ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് 21 വർഷമായിട്ട്, അതായത് 2001 മുതല് പരുമല മാന്നാർ എന്റെ വൈഫ് പെൻഷൻ മേടിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ അവര് സർക്കാർ ജോലിക്കാരിയായി, അതുപോലെ തന്നെ വീടും എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് കിട്ടി. ഇതൊക്കെയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഒരു പ്രസ്ഥാനം നശിച്ചു പോകുന്ന ഇതൊക്കെയാണ് കാരണം. സാറ് പാട്ടുപാടി പോകല്ലോ ദൈവത്തെ ഓർത്ത്. ഇത് ഒറിജിനലാണ് സാർ. എന്റെ ഈ നമ്പർ സാറിന് അറിയാമല്ലോ. ഏത് കോടതിയിലും വന്ന് പറയാൻ ഞാൻ റെഡിയാണ്. ഏറ്റവും വലിയ കുറ്റകരമാണ് ചെയ്തേക്കുന്നത്. അതായത് 2001 മുതല് ഒരു മനുഷ്യൻ, ജീവനോട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് പെൻഷൻ മേടിച്ചോണ്ടിരിക്കുകയാണ്. ഈ പെൻഷൻ മേടിച്ചോണ്ടിരിക്കുന്ന വ്യക്തി ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണ്? സർക്കാർ ആലോചിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഖജനാവിൽ നിന്നാണ് ഈ പൈസ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ പെൻഷൻ വാങ്ങിക്കുന്നത് പിന്നെ വല്ല പാർട്ടി പ്രവർത്തകരാണോ? അതെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ തന്നെയാണ്. ശരി. അന്നേരം ആ പ്രസ്ഥാനത്തിൽ നിന്നോണ്ട് തന്നെ. കുമളിയിലാണോ? അല്ല, പരുമല മാന്നാറ്. പരുമല മാന്നാറോ? അതെ, ചിക്കപ്പള വീട്. ശരി, നോക്കാം. ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്താണ്? അതാ ഇങ്ങനെ ഓരോ വ്യക്തികളും ചെയ്യുന്നത് കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഏതാ നമ്മുടെ പ്രസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നശിച്ചു പോകാൻ കാരണം. ഞാൻ 5 രൂപയുടെ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അറിയോ? 5 രൂപ കൊടുത്ത് അംഗത്വം കൊടുക്കുന്ന കാലത്ത് വരെ അല്ലേ? അതെ. അതായത് മനുഷ്യച്ചങ്ങളെ തീർത്ത കാലം മുതല് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റ് അല്ലേ? അതെ, ഇന്നും കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ നമ്മുടെ ഈ പ്രസ്ഥാനം നശിച്ചു പോകാൻ കാരണം ഇത് പാർട്ടിയിൽ അവതരിപ്പിച്ചില്ലേ? ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന കാര്യമൊന്നും പാർട്ടിയിൽ അവതരിപ്പിച്ചില്ലേ? പാർട്ടിയിൽ അവതരിപ്പിച്ചില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പരുമല മാന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് BJP-യുമായിട്ട് ഭയങ്കര ഒരു ചേരിപ്പോരുള്ള ഒരു സമയമായിരുന്നു അന്നത്തെ കാലം.
അപ്പം എനിക്ക് എന്റെ ഈ പ്രശ്നം ഇത് പറയാൻ പറ്റിയില്ല. പറയാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ എന്റെ വീടും എന്റെ കാര്യത്തോട് ഞാൻ മാറി. ശരി. അപ്പം ഇപ്പോഴത്തെ നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ജോലിക്കാരി, അതും കൃഷി വികസനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഏതായാലും നമുക്കത് നോക്കാം. അത് വ്യക്തമായല്ലോ. മറ്റ് പ്രേക്ഷകരിലേക്ക് പോകാൻ കൂടി ഉള്ളത് കൊണ്ടാണ്. വളരെ നന്ദി അവിടുന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ രഘുനന്ദനൻ യൂട്യൂബിൽ എത്തിയിട്ടുണ്ട്. പാർട്ടി പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ കാരണം അത് നിയന്ത്രിക്കുന്നവരുടെ പരിചയക്കുറവും കർശനമായ നിലപാടുകളും ആണ് എന്ന് പറയുന്നു രഘുനന്ദനൻ തിരുമുല്ലവാരം. അത് നിയന്ത്രിക്കാൻ പരിചയക്കുറവ് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എം പി ഗോവിന്ദൻ മാഷ് സ്വാഭാവികമായി നമുക്കറിയാം, അദ്ദേഹം ഒരു പരിചയസമ്പന്നനായ നേതാവാണ്. കർക്കശമായ നിലപാടുകൾ ഉണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ദീപു തിരുവനന്തപുരത്തു നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപു, നമ്മുടെ പൊതുവേദിയുടെ സമയം നീട്ടി ദീപുവിനെ പോലുള്ള ആളുകൾ ഇനി വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പരാതി പറയാനുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അല്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ല, വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. എത്ര പ്രാവശ്യം റിങ് അടിച്ചാലും എടുക്കുന്നില്ല. ഇപ്പൊ ഞാൻ 4:37 തൊട്ട് ഹോൾഡ് ചെയ്യാണ്. ഇനി എനിക്ക് 5 മിനിറ്റ് പോലും സമയമില്ല. അപ്പൊ ഞാൻ പറയട്ടെ, അതായത് ഈ നേരത്തെ ഷാജി എന്ന് പറഞ്ഞൊരു കൊല്ലത്തുന്ന ഒരാൾ വിളിച്ചു. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ ബാക്കിയുള്ളവർ പറയുന്നതിന് നമ്മൾ മറുപടി പറഞ്ഞു പോകുമ്പോൾ ഈ വളിച്ച ചാണകം തലയിൽ കുത്തി നിറച്ചവർക്കൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അവരെ ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്നേ അദ്ദേഹത്തിനോട് പറയാനുള്ളൂ, നമ്മുടെ സമയം കളയാതെ. ഇനി ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മനുവിന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ. മനു ഒരു ലിസ്റ്റ് നോക്കിയിട്ടാണ് എവിടെയൊക്കെ എന്തൊക്കെ നടന്നു എന്ന് വായിക്കുന്നത്. അതിനകത്ത് എത്ര സ്ഥലത്താണ് ഈ പ്രശ്നം നടന്നത് ഒരു ഉണ്ടാവില്ല, എത്ര സ്ഥലത്താണ് നടന്നത്? അല്ല, അങ്ങനെ ഒരു കണക്കായിട്ടില്ല. ഞാന് ഇത് വിളിക്കുന്ന ആളുകളുടെ പേര് കേൾക്കുമ്പോൾ എഴുതിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. അതിൽ 1-2 സ്ഥലങ്ങൾ. ശരി. അപ്പൊ മനു, അതിനകത്ത് നിങ്ങൾ പറയുന്ന തിരുവനന്തപുരം, മംഗലപുരം, പിന്നെ കരുനാഗപ്പള്ളി, കൊല്ലം, കരുനാഗപ്പള്ളി, അതായത് കൊല്ലം, ആലപ്പാട്, കുലശേഖര സൗത്ത്, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. ആലപ്പാട്, കുലശേഖരം ഒക്കെ കൊല്ലം തന്നെ. കരുനാഗപ്പള്ളി, പിന്നെ പാലക്കാട്, കൊഴിഞ്ഞാമ്പാറ, പിന്നെ പത്തനംതിട്ട, പിന്നെ വേറെ ഏതോ ഒരു സ്ഥലം, 5 സ്ഥലം. പത്തനംതിട്ട, തിരുവല്ല, അതന്നെ. അപ്പൊ ഈ 5 സ്ഥലം മൊത്തം 33,000 അധികം ബ്രാഞ്ചുകളുണ്ട്. 10,000 ലോക്കലുകളുണ്ട്. 1000 എത്ര ബ്രാഞ്ചാന്ന് എനിക്കറിയില്ല, 1000 എന്തായാലും കാണും ബ്രാഞ്ചുകളുണ്ട്. ഇത്രയും ബ്രാഞ്ചിൽ നിന്ന് ആകെ 5, അതായത് 10,000 ലോക്കലിൽ നടന്നതും പിന്നെ ബ്രാഞ്ചിൽ ഈ ഏരിയയിൽ നടന്ന ഈ മംഗലപുരത്ത് നിന്ന് ഇറങ്ങി വന്ന സ്ഥാനം കിട്ടാതെ വന്നോളും. ഇത്ര സ്ഥലങ്ങളാണ് ഉള്ളത്. ആ സ്ഥലങ്ങളിൽ തന്നെ അങ്ങനെ ഒരു വലിയ ഭൂമായി വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രശ്നങ്ങളെ എപ്പോഴും വലതുപക്ഷ മാധ്യമങ്ങൾ അടക്കമുള്ളവർ വലിയ രീതിയിൽ അതിനെ വേട്ടയാടപ്പെടും, അതിനകത്തേക്ക് പുറത്തേക്ക് കൊണ്ടുവരും. ഇതൊക്കെ ബാക്കിയുള്ളിടത്ത് ACC മെമ്പറോ അല്ലെങ്കിൽ ACC സെക്രട്ടറിയോ വരെ എന്ത് ചെയ്താലും ഇവിടെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇത് നടക്കട്ടെ. അല്ല, അതുകൊണ്ടല്ല ദീപ്, അതുകൊണ്ടല്ല. എന്താണെന്നറിയാമോ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വരുമ്പോൾ അത് അസ്വാഭാവികമാണ്. മറ്റേ പാർട്ടിയിലൊക്കെ അസ്വാഭാവികത എന്ന് പറയുമ്പോൾ മനു, അസ്വാഭാവികത എന്ന് പറയുമ്പോൾ അല്ല ഞാൻ പറയട്ടെ, എനിക്ക് പറയാൻ പെട്ടെന്ന് സമയമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയട്ടെ. അതായത് ഈ 5 സ്ഥലത്താണ്, അതായത് എല്ലാം കൂടെ കൂട്ടിയ ഒരു 10-40,000 കമ്മിറ്റികളിൽ 5 സ്ഥലത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ പറയുന്നതിനകത്ത് ഈ കൊഴിഞ്ഞാമ്പാറയിലാണ് നിങ്ങൾ പറഞ്ഞ ഒരു EMS ഭവനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി. ശരിയാണ്, അവിടെ പാർട്ടി കൃത്യമായി ഇടപെടേണ്ടതുണ്ട്. പാർട്ടി അതിനുള്ള മറുപടി ഗോവിന്ദമാഷ് പറഞ്ഞിട്ടുണ്ട്. അവിടെ കൃത്യമായി ഇടപെടും, എന്താണ് കാര്യങ്ങൾ നോക്കും. പാലക്കാട് കമ്മിറ്റി അതിന്റെ കാര്യങ്ങൾ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിലെ ലോക്കലിൽ വന്ന കാര്യം എന്താ? അത് എന്തെങ്കിലും പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളിലായിരുന്നു പിന്നെ എതിർപ്പുണ്ടായിരുന്നത്? അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ തമ്മിലുള്ള പ്രശ്നമാണ്. പക്ഷെ ആ പ്രശ്നത്തെ പോലും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് വേട്ടയാടാൻ നിൽക്കുന്നവരുടെ മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞവർ അത്യന്തം പിന്നെ ഹീനമായ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. അത് പാർട്ടി നേരിടുക തന്നെ ചെയ്യും. അതാണ് അവരെ മൊത്തം പിരിച്ചുവിട്ട് പുതിയ ആ ജില്ലയിൽ ഇല്ലാത്ത അഡോക് കമ്മിറ്റിയെ വെച്ചിട്ടുള്ളത്. ഇവിടെ മംഗലപുരത്തുള്ള ആള് 2 പ്രാവശ്യം ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരുന്നു. 3ാമത്തെ പ്രാവശ്യം അയാൾ കിട്ടിയില്ല, നേരെ വന്നു, അയാൾ BJPയിലേക്ക് പോകുമെന്ന് പറയുന്നു. പക്ഷെ അവിടെ ഈ പറയുന്ന ആളിന്റെ പിന്നെ ഒരു നമുക്ക് മനസ്സിലാക്കാം, ഇതിനകത്ത് ഒരു കാര്യവും ഇല്ല, അയാൾക്ക് സ്ഥാനം കിട്ടാത്തത്. പക്ഷെ ഞാനൊരു കാര്യം കാണുന്നുണ്ട്, ഇത്രയും കാലം ഇരുന്ന ആൾക്ക് എങ്ങനെയാണ് BJPയിലേക്ക് പെട്ടെന്ന് പോകാൻ കഴിയുക എന്നുള്ളത്
എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. പെട്ടെന്ന് തന്നെ അയാൾക്ക് BJP-യിലേക്ക് മാറാൻ കഴിയുന്നു, അല്ലെങ്കിൽ BJP ആയിട്ട് നേരത്തെ തന്നെ ചർച്ച നടത്തിയിട്ട് BJP-യിലോട്ടാണോ കോൺഗ്രസിലോട്ടാണോ പോകുന്നതെന്ന് അറിയില്ല, പക്ഷെ BJP-യുടെ എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങോട്ട് പോകാൻ കഴിയുന്നു, അത് അന്വേഷിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കൃത്യമായ കാര്യങ്ങൾ പാർട്ടി വിശദീകരണം നടത്തും. എന്താണ് ഇത് ഈ പാർട്ടിയെ കുറിച്ച് അല്ലാതെ പറയുന്നത്? പിണറായി പോക്കറ്റിൽ നിന്ന് ഒരു ലിസ്റ്റ് എടുക്കും, എന്നിട്ട് അത് വെച്ചിട്ട് ഇവിടെ പാർട്ടി നടത്തുകയാണെന്ന് പറയും. എങ്ങനെയാണ് ഈ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്? അപ്പൊ ഒരു പാർട്ടിയുടെ സമ്മേളന കാലങ്ങളിൽ അതിനകത്ത് നടക്കുന്ന വിമർശനങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വിമർശനവും സ്വയം വിമർശനവും, ആ വിമർശനം അതിനകത്ത് തന്നെ നടക്കുകയാണ് ഈ 5 കമ്മിറ്റികൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും. പക്ഷെ അതിന്റെ പുറത്തേക്ക് വന്ന കാര്യങ്ങളിലാണ് വ്യക്തമായി അതിനെ ഇല്ലാതാക്കി മുന്നോട്ട് കൊണ്ടുവന്നത്. പിന്നെ കോൺഗ്രസ് നന്നായി അങ്ങ് പറയുന്നുണ്ട്. ഏതാണ് ഈ കോൺഗ്രസ്? അവര് പറയുന്ന അങ്ങ് അംഗീകരിക്കുമ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് VD സതീശനെ K സുധാകരൻ വിളിച്ചത്? എനിക്ക് പറയാൻ കൊള്ളാം, ഇവിടെ പറയാൻ കൊള്ളാം. വേണമെങ്കിൽ ഞാൻ പറയാം, മനു പറഞ്ഞു ഞാൻ വേണേ പറയാം. തരുന്നുണ്ടോ? പറയാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളുള്ള കാര്യങ്ങളാ. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇതുപോലെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകും, അതിനകത്തുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. കാലങ്ങൾ പോകുമ്പോൾ ജനങ്ങളുടെ ജീവിതം ആയി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാറി വരുമ്പോൾ അതിനകത്ത് നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചില 5 പേര്, അതായത് 40,000 കമ്മിറ്റികളോളം വരുന്നതിൽ 5 കമ്മിറ്റികളിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വലിയ കമ്മ്യൂണിസ്റ്റ് വിഭാഗീയത. CPM തീർന്നു, പണ്ടുള്ള പാർട്ടി അങ്ങനെയല്ലാതെ, ഞാൻ പണ്ട് വോട്ട് ചെയ്തിരുന്നു, ഞാൻ പണ്ട് SFI, ഈ പറയുന്ന മൊത്തം ഈ ആൾക്കാർ ഇവിടെ വന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് നമ്മുടെ സമയം അധികരിച്ചു, ഇത് അവസാനിപ്പിക്കാറായതുകൊണ്ടാണ്. വളരെ നന്ദി അവിടുന്ന് ഇത്രയും അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ്റെ കോൾ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ഡേവിഡ് വിജയ് ആണ്. ഡേവിഡ് വിജയ്ക്ക് അവസരം നാളെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹം നാളെ വിളിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനും കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ പഠിച്ച് മനസ്സിലാക്കി സംസാരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. തോമസ് മാത്യു യൂട്യൂബിൽ ഒരു പ്രതികരണം നടത്തുന്നു. ഇന്ത്യയിൽ ആകെ ആർജവമുള്ള ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ, അത് CPM ആണ് എന്ന് ശ്രീ തോമസ് മാത്യു പറയുന്നു. ഏതായാലും അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇത് ചെറിയ ഇത്തരം പൊട്ടിത്തെറികൾ പലയിടങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതൊക്കെ വാർത്തകളിൽ വലിയ പ്രാധാന്യത്തോടെ വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇന്നത്തെ പൊതുവേദി അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ വിഷയം നമ്മൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. വിഭാഗീയത പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുമോ എന്ന ചോദ്യത്തിന് 86% ആളുകൾ പാർട്ടിക്കതൊരു പ്രതിസന്ധിയായി വരും എന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. അതേസമയം 14% ആളുകൾ ഇതൊക്കെ അതിജീവിക്കാൻ നിഷ്പ്രയാസം CPM-ന് കഴിയും എന്ന നിലപാടും സ്വീകരിക്കുന്നവരാണ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.